അപ്പോൾ ശമ്പളം കിട്ടാൻ അവസ്ഥയില്ലാണ്ട് വരുമ്പോഴാണ് സംരംഭകരാവുന്നത്. നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ എങ്ങും തന്നെ ഈ സംരംഭത്വം എന്ന് പറയുന്ന ഒരു ആശയം പോലും 90s-ലൊന്നുമില്ല. ജോലി കിട്ടാതെ വരുമ്പോൾ സംരംഭകനാവുക എന്നുള്ളതാണ്. അപ്പോൾ അതൊന്നും വർക്ക് ചെയ്യില്ല. അതൊന്നും ആ ബ്രാൻഡായിട്ട് കോറിലേറ്റ് ചെയ്യപ്പെടില്ല. ബ്രാൻഡായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കണം ബ്രാൻഡ് അംബാസഡർ. പല വലിയ ബ്രാൻഡുകളെയും പല വലിയ ജോബ് ക്രിയേറ്റേഴ്സിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രയത്നത്തിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. സാറേ, ഞങ്ങൾ ഈ നെറ്റ്വർക്ക് ടോക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ആലോചിച്ചു ഏതൊക്കെ വ്യക്തികളെയാണ് നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഞങ്ങൾക്ക് കോമൺ ആയിട്ടൊരു ഇത് വന്നത് സാറിനെ പോലെ സക്സസ്ഫുൾ ആയിട്ടുള്ള ബിസിനസ് പേഴ്സൺസ്, അതുപോലെ കരിയറിൽ നല്ല ഗ്രോത്ത് വന്നിട്ടുള്ള ആൾക്കാർ. അപ്പോൾ കരിയറിൽ തന്നെ പലയിടത്തും ജോലി ചെയ്തിട്ട് നല്ല ഗ്രോത്ത് വന്ന വ്യക്തികൾ. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം സ്റ്റാർട്ടപ്പ്, ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇഷ്ടംപോലെ സ്റ്റാർട്ടപ്പ് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ട്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് ചെയ്തിട്ട് അതൊരു സക്സസ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത വ്യക്തികളുണ്ട്. പിന്നെ കരിയറിൽ സ്റ്റാർട്ട് ചെയ്തു ഇപ്പം പുതിയ കുട്ടികൾ വരുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഈ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതിന് അവർക്കൊരു മോട്ടിവേഷൻ. അപ്പോൾ സാറ് എൻജിനീയറിങ് ചെയ്തുകൊണ്ടിരുന്നപ്പം സാറ് ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിരുന്നു, ഒരു സംരംഭം സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ ചിന്തിച്ചിരുന്നു, അല്ലെങ്കിൽ എപ്പോഴായിരിക്കും സാർ അങ്ങനെ ഒരു ചിന്ത വന്നത്? ഒരിക്കലും ആലോചിച്ചിട്ടില്ല. കാരണം അന്ന് അങ്ങനത്തെ ഒരു ആലോചന ഒന്നും സമൂഹത്തിൽ തന്നെ ഇല്ലല്ലോ. ഈ നമ്മുടെ വീടുകളിലോ അല്ലെങ്കിൽ സമൂഹത്തിലോ എങ്ങും തന്നെ ഈ സംരംഭത്വം എന്ന് പറയുന്ന ഒരു ആശയം പോലും 90s-ലൊന്നുമില്ല. എൻ്റെ അറിവിലൊന്നുമില്ല. എന്നോട് ആരും പറഞ്ഞിട്ടില്ല സംരംഭകനാകാനൊന്നും ആരും പറഞ്ഞിട്ടൊന്നുമില്ല. എല്ലാവരും പറഞ്ഞു കേട്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ചാൽ ശമ്പളം കിട്ടുന്ന ജോലി വേണമെന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് ഞാനൊരു സ്ഥലത്ത് പറഞ്ഞൊരു വാക്ക്, അതിനെ പറ്റിയ വാക്കെന്ന് പറയുമ്പോൾ ശമ്പളംഭകരാണ് അന്നത്തെ കാലത്ത്. എല്ലാവർക്കും ശമ്പളം കിട്ടിയാൽ മതി. അപ്പോൾ ശമ്പളം കിട്ടാൻ അവസ്ഥയില്ലാണ്ട് വരുമ്പോഴാണ് സംരംഭകരാവുന്നത്. അത് അപ്പോൾ മിക്കവാറും എല്ലാ സംരംഭകരുടെ കേസിലും അന്നത്തെ കാലത്ത് അങ്ങനെ തന്നെയാണ്. അതായത് ജോലി കിട്ടാതെ വരുമ്പോൾ സംരംഭകനാവുക എന്നുള്ളതാണ്. അപ്പോൾ അവൻ ജോലിയൊന്നും കിട്ടാത്തതുകൊണ്ട് അവനെന്തോ ബിസിനസ്സായിട്ട് നടക്കുകയാണെന്നാണ് പറയുക. മനസ്സിലായില്ലേ? അപ്പോൾ ഐ തിങ്ക് സംരംഭത്വം എന്ന് പറയുന്നത് അന്ന് നമ്മുടെ സമൂഹത്തിൽ ഒരു സബ്ജക്റ്റേ അല്ല. ഇന്നലെ ആൾക്കാരോട് പറയുന്നത് സ്റ്റാർട്ടപ്പുകളുണ്ടെന്നും സംരംഭത്വം വേണമെന്നും പുതിയ തന്നെ വർക്ക് ചെയ്യണമെന്നൊക്കെ ഉള്ള ധാരണയും സംസാരമൊക്കെ ഇന്നാണ് സമൂഹത്തിൽ വന്നത്. അന്ന് അത് സമൂഹത്തിലില്ല. അതുകൊണ്ട് ഞാനൊരിക്കലും സ്വന്തമായിട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഉണ്ടാവുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. അത് അതിൻ്റെ അങ്ങനെ ആലോചിക്കേണ്ട ഒരു രീതി അന്നില്ല. അപ്പോൾ ഏതൊരു സ്റ്റേജിലായിരിക്കും സാർ അങ്ങനെ ഒരു ചിന്ത വന്നത്, എനിക്കിത് ഇങ്ങനെ അസറ്റ് ഹോംസ് എന്ന് പറഞ്ഞൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്യണം അങ്ങനെ? അല്ല, ഞാൻ ആക്ച്വലി നമ്മൾ 91 എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ആദ്യത്തെ വർഷം ഞാൻ IHRD വർക്ക് ചെയ്യുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്മെൻറ്റ് ഫോർ ഇലക്ട്രോണിക്സിൽ വർക്ക് ചെയ്യുന്ന ആദ്യത്തെ പ്രൈവറ്റ് സെക്ടറിലെ അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്ടറിലല്ലാത്ത എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത് മോഡൽ എഞ്ചിനീയറിംഗ് കോളേജ് തൃക്കാക്കര. മോഡൽ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ സൈറ്റിൽ എഞ്ചിനീയറായിട്ട് ഞാൻ വർക്ക് ചെയ്തിരുന്നത്, IHRDയുടെ സ്റ്റാഫായിട്ട്. അതൊരു വർഷം പൂർത്തിയാവുന്ന സമയമായപ്പോഴത്തേക്കും എനിക്ക് കൊച്ചിൻ റിഫൈനറിൽ ട്രെയിനിയായിട്ട് ജോലി കിട്ടി. പക്ഷേ കൊച്ചിൻ റിഫൈനറി അന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല ജോബാണ്. പക്ഷേ പ്രോബ്ലം എന്ന് വെച്ചാൽ 1 ഇയർ കഴിയുമ്പോൾ ഞങ്ങളാരെയും കണ്ടിന്യൂ ചെയ്യാനായിട്ട് സമ്മതിച്ചില്ല. കാരണം ഞങ്ങൾ 1 ഇയർ കഴിഞ്ഞപ്പോൾ ജോബ് അവസാനിച്ചു. അപ്പോഴാണ് ഞാനൊരു ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള ബിൽഡർ എറണാകുളത്ത് ആദ്യത്തെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആദ്യത്തെ ഫ്ലാറ്റ് വരുന്ന പ്രോജക്റ്റിൽ ആ പ്രോജക്റ്റ് എഞ്ചിനീയറായിട്ട് ജോലി കിട്ടുന്നു. അവിടെ അന്ന് ഞാൻ പറഞ്ഞു 650 രൂപ 625 രൂപ സ്ക്വയർ ഫീറ്റിനാണ് അന്ന് എറണാകുളത്ത് ഫ്ലാറ്റ് വിറ്റുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ആ പ്രോജക്റ്റിനകത്ത് കിട്ടിയൊരു ഗുണമെന്ന് വെച്ചാൽ അവിടെ ചെറിയ പ്രോജക്റ്റാണ്, 12 ഫ്ലാറ്റുള്ള പ്രോജക്റ്റായിരുന്നു. പക്ഷേ ആ പ്രോജക്റ്റിനൊരു ഗുണം കിട്ടിയെന്ന് വെച്ചാൽ അതിൻ്റെ സൈറ്റ് എഞ്ചിനീയറും അതിൻ്റെ മാർക്കറ്റിങ്ങും അതിൻ്റെ സെയിൽസും അതിൻ്റെ കസ്റ്റമർ സർവീസും അതിൻ്റെ ലീഗൽ സൈഡും, അപ്പോൾ ലോഡിങ്ങുകാരെ മുതൽ അവിടെ ഫ്ലാറ്റ് മേടിക്കാൻ വരുന്ന ആൾക്കാരെ വരെ ഹാൻഡിൽ ചെയ്യുന്നൊരു 1 മാൻ ഷോ ആയിരുന്നു ആ സൈറ്റ്. ഓൾ ഇൻ ഓൾ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ജോലി കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചു. എന്താണ് ജോയിൻറ്റ് വെഞ്ചറെന്നും, എന്താണ് അതിൻ്റെ ലീഗൽ സൈഡിൽ എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യണമെന്നും, എങ്ങനെയാണ് എഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നതെന്നും, എങ്ങനെയാണ് ടാക്സ് അടയ്ക്കണമെന്നും, എങ്ങനെയാണ് കോൺട്രാക്റ്റ് ചെയ്യുന്നതെന്നും എല്ലാം സിംഗിൾ ഹാൻഡായിട്ട് ചെയ്ത് മനസ്സിലാക്കാൻ നമുക്ക് സാധിച്ചു. വലിയ അഡ്വാൻറ്റേജ് ആയിരുന്നു. അതിൽ നിന്നാണ് പിന്നീട് ഞാൻ സ്വന്തമായിട്ട് ചെയ്യാനുള്ള ശ്രമം ആരംഭിച്ചത്. പക്ഷേ 2006 വരെ ഉള്ള സമയം, 94 to 2006 വരെയുള്ള പീരീഡിൽ ഏകദേശം 14-15 പ്രോജക്റ്റോളം
ഞാനും എൻ്റെ ഒരു സുഹൃത്തും കൂടെ ചേർന്ന് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് എറണാകുളത്ത്. അതിന് ശേഷമാണ് 2006 അസറ്റ് ഹോംസ് സ്ഥാപിക്കപ്പെടുന്നത്. അപ്പോൾ ആ 94-2006 കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ ഒട്ടും കസ്റ്റമർ സെൻട്രിക് അല്ലാത്ത ആൾക്കാരും ബിൽഡേഴ്സും ഉള്ളൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ ഉള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമേഴ്സ് പല കാരണങ്ങൾ കൊണ്ടും ബിൽഡറുമായിട്ട് തർക്കം ഉണ്ടാവുക, പ്രശ്നങ്ങളുണ്ടാവുക, അല്ലെങ്കിൽ കസ്റ്റമറുടെ ആവശ്യങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാണ്ട് വരിക, ഒരുപാട് സ്ഥലങ്ങളിൽ പ്രോമിസുകൾ പാലിക്കപ്പെടാണ്ട് വരിക. അപ്പോഴാണ് നമുക്കൊരു തോന്നലുണ്ടായത് ഈ ബിസിനസ്സിനോടൊരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൻ്റെ ഒരു ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത് അത് ഒട്ടും തന്നെ കസ്റ്റമർ സെൻട്രിക് അല്ല എന്നുള്ളതാണ് എന്ന് തോന്നാണ്ടായത്. അപ്പോൾ അപ്പോഴാണ് ഒരു കസ്റ്റമർ സെൻട്രിക് ഓർഗനൈസേഷൻ ഒരു സ്കോപ്പ് ഉണ്ടെന്നും ആ ഒരു പൊസിഷൻ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആക്ച്വലി കസ്റ്റമേഴ്സ് വിൽ ടേക്ക് അപ്പ് ദിസ് ഓർഗനൈസേഷൻ ഒരു തോന്നലിലാണ് 2006 അസറ്റ് ഹോംസ് വരുന്നത്. അപ്പോൾ അസറ്റ് ഹോംസിൻ്റെ ഫസ്റ്റ് ടാഗ് ലൈൻ തന്നെ നോട്ട് ജസ്റ്റ് ഹോംസ് ബട്ട് റിലേഷൻഷിപ്സ് ടു എന്നായിരുന്നു. പക്ഷെ അത് പിന്നീട് നമ്മൾ പരിഷ്കരിച്ചു, പിന്നീട് മാറ്റങ്ങൾ വന്നു. എന്നാൽ പോലും ബന്ധങ്ങളിലെ ഒരു ഊന്നൽ കൊടുത്തുകൊണ്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടാണ് അസറ്റ് ഹോംസ് ആദ്യം മൂലം വന്നിരിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ നമ്മുടെ ആക്ടിവിറ്റീസ് വളരെ ക്ലിയറാണ്. അതായത് വാട്ട് എവർ വി ഡു ഇറ്റ് ഷുഡ് ബി ഫേവറിങ് ദി കസ്റ്റമർ ആയിരിക്കണം എന്നുള്ളൊരു തോന്നലിലാണ് അസറ്റ് ഹോംസ് അന്നും ഇന്നും നിലനിന്നുകൊണ്ടിരിക്കുന്നത്. IHRDയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ IHRDയുടെ +2, അതായത് IHRD അപ്പം ഇടുക്കി കുട്ടിക്കാനം അവിടെയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ IHRDയുടെ +2ൻ്റെ ഫസ്റ്റ് ബാച്ചായിട്ട് ഞങ്ങൾ ജോയിൻ ചെയ്തിട്ട് ഞാൻ IHRDയിലാണ് പഠിച്ചത്. ആ സമയത്ത് അവിടെ ഇടുക്കി സൈഡിലൊന്നും കോളേജുകൾ അങ്ങനെ ഇല്ലല്ലോ. ആ സമയത്താണ് IHRDയുടെ PWD ഗസ്റ്റ് ഹൗസ് എടുത്തിട്ട് അവിടെ കോളേജ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ IHRD അങ്ങനെ ഒരു വൈകാരിക ബന്ധം IHRDയായിട്ട്. പിന്നെ സാർ ഇത് ഈ അസറ്റ് ഹോംസ് എന്ന് പറഞ്ഞ ഒരു പേര് എങ്ങനെയാണ്? കാരണം അസറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേന് ഇത് നോർമലി റിയൽ എസ്റ്റേറ്റിൽ വന്നു കഴിയുമ്പോഴത്തേന് അതിനകത്തുനിന്ന് പണ്ട് ആൾക്കാർക്ക് അസറ്റ് കിട്ടുക അല്ലെങ്കിൽ അതിനകത്തൊരു അപ്രീസിയേഷൻ എന്നുള്ള ചിന്താഗതിയില്ല, ഒരു വീട് എന്നുള്ളതായിരുന്നു. പക്ഷേ അത് മാറിക്കഴിഞ്ഞിട്ട് ഇപ്പം ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഈ അസറ്റ് ഹോംസ് എന്നുള്ളൊരു പേരെങ്ങനെയാണ് കണ്ടെത്തിയത്? അത് വളരെ ആകസ്മികമായിട്ട് കിട്ടിയൊരു പേരാണ്. കാരണം സത്യത്തിൽ നമ്മളൊരു പേര് മാത്രമേ ഈ കമ്പനി ഫോർമേഷൻ എഴുതി കൊടുത്തിരുന്നുള്ളൂ. അത് അസറ്റ് ഹോംസ് എന്നുള്ള പേരായിരുന്നു. ആ പേര് ആലോചിച്ചു, കാരണം ആരും ആ പേരെടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ അസറ്റിൻ്റെ എന്താണ് യഥാർത്ഥ മലയാളം എന്ന് തന്നെ എനിക്കിപ്പോഴും അറിയില്ല. അസറ്റിൻ്റെ ശരിക്കുള്ള മലയാളം പരിഭാഷ ഞാൻ പലയിടത്തും നോക്കിയപ്പോൾ ആസ്തി എന്നൊക്കെയാണ് കിട്ടിയത്. ആസ്തി തന്നെയാണോ അതിൻ്റെ ശരിയെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ആ വേർഡിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാനിപ്പോൾ കാണുന്നത്, നമ്മളിപ്പോൾ പല റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകളിലോ അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ട കോൺഫറൻസുകളിലോ ഒക്കെ പങ്കെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആ ഹോളിൽ വരുന്ന പേര് അസറ്റ് എന്നുള്ള പേരായിരിക്കും. നമ്മളായിട്ട് ബന്ധപ്പെടുത്തിയിട്ടല്ല, പക്ഷേ പല ബിൽഡർമാരും അറിഞ്ഞോ അറിയാതെയോ അവരുടെ പ്രസംഗങ്ങളിലോ അല്ലെങ്കിൽ സംസാരത്തിലോ ഒക്കെ ഉപയോഗിക്കപ്പെടുന്ന ഒരു വാക്ക് അസറ്റ് തന്നെയാണ്. അപ്പോൾ ഐ തിങ്ക് ആ പേരിനൊരു ഈ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഒരു പ്രസക്തി ഉണ്ട് അതിന്. ബാങ്കിങ്ങിലാണെങ്കിലും ആൾക്കാർ എന്നും സംസാരിക്കുന്ന വേർഡ് അസറ്റാണ്. അസറ്റ് ഹോംസിൻ്റെ ഞാൻ കണ്ടിരിക്കുന്ന ഒരു ഡിഫറൻസ്, അതായത് കുറേ കണ്ടുപിടുത്തങ്ങൾ അസറ്റ് ഹോംസാണ് കൊണ്ടുവരുന്നത്. അത് പിന്നീട് പല ബിൽഡേഴ്സിനും ഫോളോ ചെയ്യേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ കേട്ടത് കൂട് വിട്ട് കൂടുമാറ്റം എന്ന് പറഞ്ഞു. അതായത് അങ്ങനത്തെ ഒരു ഇന്നൊവേഷൻ, അല്ലെങ്കിൽ ഇപ്പം ഒരു ബ്രാൻഡ് അംബാസിഡർ. നോർമലി ബ്രാൻഡ് അംബാസിഡറൊക്കെ നമ്മൾ കാണുന്നത് ജ്വല്ലറി അല്ലെങ്കിൽ തുണിക്കടകൾ, അങ്ങനത്തെ ഉള്ള വലിയ ബ്രാൻഡുകളാണ്. റിയൽ എസ്റ്റേറ്റിൽ ഒരു ബ്രാൻഡ് അംബാസിഡർ എന്ന് പറഞ്ഞ ഒരു ഇത് ചിന്തിക്കാനേ പോലും പറ്റുന്നില്ലായിരുന്നു. ആ സമയത്താണ് സാർ 1 അല്ല 2 ബ്രാൻഡ് അംബാസിഡറെ കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഈ ഇന്നൊവേഷനൊക്കെ എങ്ങനെയാണ്? ഒരു ടീം ഡിസ്കഷനിലാണോ വരുന്നത്? അതെങ്ങനെയാണ് അങ്ങനത്തെ ഒരു ഇന്നൊവേഷനൊക്കെ കിട്ടുന്നത്? അല്ല, തീരുമാനങ്ങളെല്ലാം ടീം ഡിസ്കഷൻ തന്നെ വരാറുള്ളത്. ഐഡിയ ചിലപ്പോൾ വരുന്നത് ടീം ഡിസ്കഷനിലാവണമെന്നില്ല. ഐഡിയ ഏതെങ്കിലും ഒരു പോയിന്റിൽ നിന്ന് വരുന്നതായിരിക്കാം. ഡിസ്കഷനിലാണ് ഞങ്ങളെല്ലാ കാര്യങ്ങളും തീരുമാനിക്കാറുള്ളത്. കാരണം കേരളത്തിൽ നിന്നല്ല, എനിക്ക് തോന്നുന്നു ലോകത്തെവിടെയും ബിസിനസ് ചെയ്യുന്ന സമയത്ത് നമ്മളതൊരു സക്സസ്ഫുൾ ബിസിനസ്സായിട്ട് വരണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ കേരളം പോലത്തെ മാർക്കറ്റിൽ എന്തായാലും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം അതൊരു മൂവ്മെൻ്റായിട്ട് തരാൻ പറ്റുള്ളൂ. കാരണം ഇതുമായി ബന്ധപ്പെടുന്ന എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ആ തീരുമാനത്തിനൊപ്പം നിന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ തീരുമാനം വിജയിപ്പിക്കാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞങ്ങൾ ഈ ബ്രാൻഡ് അംബാസഡർ എടുക്കുന്ന കാര്യത്തെ പറ്റിയിട്ട് ആലോചിച്ച് തുടങ്ങിയപ്പോഴും ഞങ്ങൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷം തന്നെയാണ്, വളരെ മെറ്റിക്കുലസ് ആയിട്ടുള്ള പ്ലാനിങ്ങിലൂടെയും ഡിസ്കഷനിലൂടെയും തന്നെയാണ് പൃഥ്വിരാജ് എന്ന് പറഞ്ഞ വ്യക്തിയിലേക്ക് ഞങ്ങൾ എത്തിച്ചേർന്നത്. അല്ലാതെ പലപ്പോഴും ബ്രാൻഡ് അംബാസഡേഴ്സൊക്കെ പിന്നീട് പലർക്കും ജനിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അവരുടെ നിന്ന് ഫ്ലാറ്റ് മേടിച്ച ആളോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡിസ്കൗണ്ട് തരാം, ഒരു പരസ്യത്തിൽ അഭിനയിക്കുമോ എന്ന് ചോദിച്ച് ബ്രാൻഡ് അംബാസഡർ ആവുന്ന സിസ്റ്റമൊക്കെ ആയിരുന്നു. അതൊന്നും വർക്ക് ചെയ്യില്ല. അതൊന്നും ആ ബ്രാൻഡായിട്ട് കോറിലേറ്റ് ചെയ്യപ്പെടില്ല. ബ്രാൻഡായിട്ട് കോറിലേറ്റ് ചെയ്യുന്ന വ്യക്തിത്വമായിരിക്കണം
ബ്രാൻഡ് അംബാസഡർ. അത് ഞാൻ ഈ ഹാർവാർഡിലെ കോഴ്സ് ചെയ്തപ്പോൾ അവിടെ ഒരു പേപ്പറായിരുന്നു അത്. എങ്ങനെയാണ് ഒരു ബ്രാൻഡിനെ മറ്റ് വ്യക്തിത്വങ്ങളുമായിട്ട് അല്ലെങ്കിൽ മറ്റ് പ്രൊഡക്റ്റുകളായിട്ട് കമ്പയർ ചെയ്യുക എന്നുള്ളൊരു ഒരു 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 ക്ലാസ് ഉണ്ടായിരുന്നു. ആ ക്ലാസ്സിൽ അവർ വ്യക്തമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ ബിസിനസ് സ്ഥാപനം വേറെ ഏതെങ്കിലും ഒരു ഇൻഡസ്ട്രിയിലെ ബ്രാൻഡുകളുമായിട്ട് നിങ്ങൾക്ക് കമ്പയർ ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് പറഞ്ഞാൽ അസറ്റ് ഹോംസിനെ വേണമെന്നുണ്ടെങ്കിൽ കാർ ഇൻഡസ്ട്രിയിലെ ഡിഫറെൻറ്റ് ബ്രാൻഡുകളായിട്ട് കമ്പയർ ചെയ്ത് നോക്കാം. അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രാൻഡ് ചില സ്ഥലങ്ങളിലെങ്കിലും നമ്മളായിട്ട് ഒരു റിലേഷൻ വരുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വെറുതെ ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾ ബ്രാൻഡ് അംബാസഡർഷിപ്പിനെ പറ്റി ആലോചിക്കുക 2012 അന്ന് എനിക്ക് തോന്നുന്നു ബ്രാൻഡ് അംബാസഡേഴ്സ് തന്നെ ഇല്ല. ഈവൻ ജ്വല്ലറികൾക്ക് പോലും പരസ്യത്തിലാണ് വരുന്നുള്ളതിനപ്പുറത്ത് ബ്രാൻഡ് അംബാസഡർഷിപ്പിലേക്കൊക്കെ എത്തുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആലോചിക്കുമ്പോൾ അസറ്റ് ഹോംസ് ഏത് കാറാണെന്ന് 2012 ആലോചിച്ച് ഞങ്ങളെന്തായാലും ബെൻസ് ഒന്നുമില്ല. അന്ന് കിട്ടുന്ന നല്ല കാറിലൊന്നും ബെൻസ് തന്നെയാണ്. അപ്പം അസറ്റ് ഹോംസ് ബെൻസ് ഒന്നുമല്ല. കാരണം ഞങ്ങൾ ബെൻസാണെന്ന് പറഞ്ഞ് ആൾക്കാർ ചിരിക്കും. കാരണം ആ ബെൻസിൻ്റേതായിട്ടുള്ള ഒരു സവിശേഷതകളൊന്നും അസറ്റ് ഹോംസിൻ്റെ പ്രൊഡക്റ്റുകൾക്ക് അന്നില്ല. മേ ബി അംബാസഡർ ആണോ എന്ന് ചോദിച്ചാൽ നമ്മൾ അംബാസഡർ അല്ല. എന്താ കാരണം അംബാസഡർ പഴയ ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ അന്ന് റിലേറ്റീവ്ലി ന്യൂ ബ്രാൻഡാണ്. അപ്പോൾ നമ്മൾ ഒരിക്കലും അംബാസഡറായിട്ട് മാച്ച് ചെയ്യില്ല. പിന്നെ നമുക്ക് ആലോചിക്കാവുന്ന ബ്രാൻഡ് മാരുതി ആയിരിക്കാം. അങ്ങനെ പല ബ്രാൻഡുകളായിട്ട് ആലോചിച്ച് നോക്കി കഴിയുമ്പോൾ, അല്ലെങ്കിൽ BMW ആയിരിക്കാം, ഇങ്ങനെ പല ബ്രാൻഡുകളായിട്ട് നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ അസറ്റ് ഹോംസിൻ്റെ ഒരു സവിശേഷത എന്ന് പറയുന്നത് കുറേയൊക്കെ മാച്ച് ചെയ്തത് ടൊയോട്ടയായിട്ടാണ്. കാരണം ടൊയോട്ടയുടെ പല ഗ്രേഡിലുള്ള പ്രൊഡക്ട്സ് ഉള്ളതുകൊണ്ടും ഡ്യൂറബിലിറ്റി ഉള്ളതുകൊണ്ടും മെയിൻറ്റൈനബിലിറ്റി ഉള്ളതുകൊണ്ടും ഒപ്പം തന്നെ മാർക്കറ്റിൽ റീസെയിൽ വാല്യൂ നിലനിൽക്കുന്നതുകൊണ്ടും എല്ലാം ടൊയോട്ട ആയിരിക്കാം നമുക്ക് അനുകൂലമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു സാമ്യമുള്ള ബ്രാൻഡെന്ന് നമുക്ക് തോന്നിയേക്കാം. അതുപോലെ അന്ന് നിലവിലുള്ള ബ്രാൻഡ് അംബാസഡേഴ്സ് ആക്കാനായിട്ട് പറ്റുന്ന സിനിമാ താരങ്ങളോ അല്ലെങ്കിൽ സ്പോർട്സ് പേഴ്സണാലിറ്റീസിനെയോ എല്ലാം നമ്മൾ നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് ഒരിക്കലും മമ്മൂട്ടി ഞങ്ങൾക്ക് പറ്റിയൊരു ബ്രാൻഡ് അംബാസഡർ ആയിരിക്കില്ല. കാരണം അദ്ദേഹം ഒന്ന് സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കണം. മോഹൻലാൽ ഞങ്ങൾക്ക് പറ്റിയ ബ്രാൻഡ്, കാരണം ഞങ്ങൾ അങ്ങനത്തെ ബ്രാൻഡല്ല. അപ്പോൾ അത് തമ്മിലൊരു കണക്റ്റ് വരില്ല. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു അപ്കമിങ് ബ്രാൻഡാണ് അസറ്റ് ഹോംസ്. അപ്പോൾ ഒരു അപ്കമിങ് സ്റ്റാറായിരിക്കാം ചിലപ്പോൾ പക്ഷേ ഞങ്ങളുടെ ഫേസ് ആവാൻ പറ്റിയെന്ന് തോന്നിയത്. അങ്ങനെ വ്യക്തമായിട്ടുള്ള ചർച്ചകൾക്ക് ശേഷമാണ് ആ സമയത്ത് ഒരു റൈസിങ് സ്റ്റാറായിട്ടുള്ള, യങ് ആയിട്ടുള്ള, എന്നാൽ എനർജറ്റിക് ആയിട്ടുള്ള, എന്നാൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള, എന്നാൽ കഴിവുള്ള പൃഥ്വിരാജിനെ ഞങ്ങൾ ബ്രാൻഡ് അംബാസഡറാക്കി നോക്കിയത്. പക്ഷേ അതിപ്പോൾ ടു ബി വെരി ഫ്രാങ്ക്, പൃഥ്വിരാജ് ഇത് കാണുമായിരിക്കും, എന്നാലും ഞാൻ പറയുകയാണ്, ഇപ്പോൾ അതങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ചില പൃഥ്വിരാജ് ഞങ്ങളെക്കാളും വലിയ ആളാണിപ്പോൾ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആ കോൺസെപ്റ്റിൻ്റെ ആ പുതുമ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്രാൻഡ് എൻഡോഴ്സ്മെൻറ്റ് ചെയ്യാനായിട്ട് അസറ്റ് ഹോംസിന് പറ്റിയ ആൾ ഇപ്പോഴത്തെ മാർക്കറ്റിംഗ് സാഹചര്യങ്ങളിൽ 100% ചിലപ്പോൾ പൃഥ്വിരാജ് ആവണമെന്നില്ല. പൃഥ്വിരാജ് അല്ലെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 100% ചിലപ്പോൾ പൃഥ്വിരാജ് ആവണമെന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. സിമിലർലി ഞങ്ങൾ ഈ കസ്റ്റമർ സെൻട്രിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസും കസ്റ്റമർ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചപ്പോൾ ആ സമയത്ത് പൃഥ്വിരാജിൻ്റെ സിനിമയിലെ ഇമേജ് എന്ന് പറയുന്നത് ഒരു 100% ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള റോളുകളല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഞങ്ങൾ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു വ്യക്തിത്വമായിരിക്കണം ഈ കാര്യം പറയാനായിട്ട് ശരിക്ക് നല്ലതെന്നുള്ള കണക്കൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലാണ് ആശാശരത്തിനെ നമ്മൾ ബ്രാൻഡ് അംബാസഡർഷിപ്പിലേക്ക് കൊണ്ടുവന്നത്. ആശാശരത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണ മുഴുവൻ കാര്യങ്ങളും അസറ്റ് ഹോംസിൻ്റെ പ്രോജക്റ്റുകളല്ല. ആശാശരത്ത് പറഞ്ഞിരിക്കുന്ന മുഴുവൻ കസ്റ്റമേഴ്സും അസറ്റ് ഹോംസും തമ്മിലുള്ള ആ ബന്ധങ്ങളെ പറ്റിയിട്ട് മാത്രമാണ്. അപ്പോൾ ആ സ്ഥലത്ത് കറക്റ്റായിട്ട് മാച്ച് ചെയ്യാനുള്ള കാരണം ആശാശരത്തിനുള്ള അഭിനയത്തിനേക്കാളൊക്കെ ഉപരിയായിട്ട് ആശാശരത്തിനുള്ള വ്യക്തിക്ക് UAE പോലത്തെ മാർക്കറ്റിൽ ഒരു ഗുരുവിൻ്റെ സ്ഥാനം കൂടെയുണ്ട്. ഒരു അറിയപ്പെടുന്ന ഡാൻസ് ടീച്ചറാണ്. ഒരുപാട് ശിഷ്യ ഗണങ്ങളുണ്ട് അവർക്ക്. ഒപ്പം തന്നെ ഒരു വീട്ടിലെ അംഗത്തെ പോലെയാണ് ആശാശരത്തിനെ പലപ്പോഴും പല ആൾക്കാരും കാണുന്നത്. കാരണം ഈ വൈകുന്നേരം 7 മണിക്ക് എല്ലാ ദിവസവും TV-യിൽ പ്രത്യക്ഷപ്പെടുന്നൊരു മുഖം സ്വന്തം വീട്ടിലെ ആളെ പോലെയാണ് പല ആൾക്കാരും കണക്കാക്കുക. അപ്പം അങ്ങനെയുള്ള ആ ഒരു വ്യക്തമായിട്ടുള്ള പ്രൊഫഷണൽ അപ്രോച്ചിലാണ് ഞങ്ങൾ ആശാശരത്തിനെയും എടുത്തത്. അല്ലാതെ എന്താ പറയുക, നമ്മുടെ അടുത്ത് ഫ്ലാറ്റ് മേടിക്കാൻ വന്ന ഒരാളോട് കുറച്ച് വില കുറച്ച് തന്നിട്ട് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിക്കുന്ന രീതിയിലല്ല അസറ്റ് ഹോംസ് ബ്രാൻഡ് അംബാസഡർ എടുത്തത്. അങ്ങനെ ബ്രാൻഡ് അംബാസഡേഴ്സിനെ എടുത്തപ്പോഴാണ് പല ആൾക്കാർക്കും പല പ്രൊഡക്റ്റുകൾക്കും അത് മാച്ച് ചെയ്യാണ്ട് വന്നത്. അപ്പോൾ അവരുടെ ക്യാരക്ടറായിട്ട് അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ക്യാരക്ടറായിട്ട് അതിനെ റിലേറ്റ് ചെയ്യാനായിട്ട് കസ്റ്റമേഴ്സിന് സാധിച്ചാൽ മാത്രമേ അത് സക്സസ്ഫുൾ ആവുള്ളൂ. അപ്പോൾ അത് ഞങ്ങളത് ചെയ്ത് വളരെ വ്യക്തമായിട്ടുള്ള പ്രൊഫഷണൽ അപ്രോച്ചോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ അതുപോലെ വേണം ബ്രാൻഡ് അംബാസഡേഴ്സിനെ സെലക്ട് ചെയ്യാനും അല്ലെങ്കിൽ എൻഡോഴ്സ് ചെയ്യുന്ന വ്യക്തിത്വങ്ങളെ കൂടെ നിർത്താനും ഒക്കെ ഉണ്ട്. കാരണം ഇതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആ റിസ്ക് ഉണ്ട്. അപ്പോൾ ആ റിസ്ക് മിറ്റിഗേറ്റ് ചെയ്ത് പെടണം. നമ്മളൊരു ബിസിനസ്സിൽ ഇപ്പോൾ ഏതൊക്കെ ബിസിനസ് എടുത്തു കഴിഞ്ഞാലും അതിനകത്ത് ഉയർച്ച താഴ്ചകൾ
വന്നുകൊണ്ടിരിക്കും. അപ്പം അങ്ങനെ ഉള്ളൊരു സിറ്റുവേഷനെ എങ്ങനെയായിരിക്കും സാറ് ഹാൻഡിൽ ചെയ്യുന്നത്? ഇപ്പം നമ്മൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് നമ്മളൊന്നും ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സംഭവം, അങ്ങനെ ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിച്ചൊരു സാധനമൊക്കെ വന്നു കഴിഞ്ഞപ്പം എങ്ങനെയാണ് ആ ഒരു അങ്ങനത്തെ ഒരു സിറ്റുവേഷനെയൊക്കെ ഹാൻഡിൽ ചെയ്തത്? അല്ല, അങ്ങനത്തെ സിറ്റുവേഷൻ എല്ലാ ദിവസവും ഉണ്ടാകുന്നുണ്ടെന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ദിവസവും ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ട്. നമ്മളതിനെ അറിയാണ്ട് പോകുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഓരോ തീരുമാനങ്ങളും ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളുടെ ഉയർച്ചയും താഴ്ചയൊക്കെ ബാധിക്കുന്ന ഘടകങ്ങളുമായിരിക്കാം. എനിക്ക് തോന്നുന്നു അതൊരു ഉയർച്ചയായിട്ടും താഴ്ചയായിട്ടും തന്നെ കാണേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം നമ്മളങ്ങനെ ഉയർച്ചയിലൊക്കെ അഭിമാനിക്കുകയാണെങ്കിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യാം. എന്തൊക്കെ നമ്മളിപ്പോൾ ഈ പൊതുസമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ നമ്മളും ചെയ്യണം നിർബന്ധമൊന്നുമില്ല. ഇപ്പോൾ ചെറിയ ഗെയിനുകൾക്കും ചെറിയ അച്ചീവ്മെൻറ്റ്സൊക്കെ വളരെ ചെറുതായിട്ടുള്ള അച്ചീവ്മെൻറ്റ്സ് വരെ ആഘോഷിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അത് ചെയ്യേണ്ടതെന്ന് ഞാൻ പറയുന്നില്ല, അത് അവരോരുത്തരുടെ ഇഷ്ടമാണ്. അതുപോലെ വലിയ ഉയർച്ച ഉണ്ടായിട്ടും നിശബ്ദരായിട്ടിരിക്കുന്ന ഒരുപാട് ബ്രാൻഡുകളുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതിനകത്തൊരു പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്കൊരു താഴ്ചയിൽ ദുഃഖിക്കാനും വിഷമിക്കാനും പരിതപിക്കാനും ഒക്കെ വേണമെങ്കിൽ ചോയ്സ് ഉണ്ട്. അല്ല, അതിനെതിരെ പൊരുതി ജയിക്കാനായിട്ടുള്ള മനസ്സുണ്ടാവാനും ചോയ്സ് ഉണ്ട്. വിച്ച് ഈസ് വെരി വെരി പേഴ്സണലാണ് ഈ കാര്യം. അത് പരിതപിക്കുന്നതുകൊണ്ടും തെറ്റൊന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം മനുഷ്യരല്ല. അപ്പോൾ ചിലപ്പോൾ മനുഷ്യൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ചിലപ്പോൾ ഒരു നഷ്ടം വരുന്ന സമയത്ത് വിഷമം തോന്നിപ്പോയേക്കാം. പക്ഷേ അതാണ് ശരി, ഇതാണ് തെറ്റെന്ന് പറയേണ്ട കാര്യമാണിതില്ല. അതെങ്ങനെയാണോ അതിന് നാച്ചുറലായിട്ട് പ്രോസസ്സ്, ആ പ്രോസസ്സ് സംഭവിച്ചുകൊണ്ടിരുന്നോട്ടെ എന്നുള്ളതാണ്. അപ്പോഴും നമ്മുടെ ഒരു ദൃഢനിശ്ചയവും അല്ലെങ്കിൽ നമ്മളുടെ ഒരു ആത്മസമർപ്പണവും അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ളൊരു ആഗ്രഹവും ഒന്നും കെടാതെ സൂക്ഷിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ഇത്തരം പ്രതിസന്ധികളിൽ നിന്നെല്ലാം നമ്മൾ പെട്ടെന്ന് കടന്ന് പുറത്തേക്ക് വരും. കോവിഡൊക്കെ വളരെ കൃത്യമായിട്ടുള്ള ഉദാഹരണമാണ് നിങ്ങൾ ചോദിച്ചത്. കാരണം കോവിഡിൻ്റെ പീരീഡൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളാരും പ്രതീക്ഷിക്കാത്ത സമയത്താണല്ലോ അങ്ങനത്തെ പ്രശ്നം വരുന്നത്. പക്ഷേ ആ ദിവസവും ഭംഗിയായിട്ട് കടന്നു പോയില്ലേ. അപ്പോഴാണ് എനിക്ക് തോന്നുന്നു കൂടുതൽ കാര്യങ്ങൾ നന്നായിട്ട് ചെയ്തെന്ന് എനിക്ക് തോന്നുന്നു. ഈ അസറ്റ് ഹോംസിൻ്റെ ഇപ്പം ഉള്ളൊരു ഫ്യൂച്ചർ പ്ലാൻ ഇപ്പം നമ്മൾ കേരളത്തിൻ്റെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്. ഇപ്പോൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും അസറ്റ് ഹോംസിൻ്റെ ബോർഡ് കാണാം. അതായത് ഒരുമാതിരിപ്പെട്ട എല്ലാ ജില്ലകളിലും അസറ്റ് ഹോംസിൻ്റെ ഇതുണ്ട്. ഔട്ട്സൈഡ് കേരള അല്ലെങ്കിൽ ഔട്ട്സൈഡ് ഇന്ത്യ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്താണ് സാറ് കാണുന്നത്? കേരളത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനത്തിന് അതിൻ്റേതായിട്ടുള്ള ഓൺട്രപ്രണൽ വിരുദ്ധ മനോഭാവവും അല്ലെങ്കിൽ സംരംഭത്വ വിരുദ്ധ മനോഭാവവും മേ ബി എക്സ്പാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു വിമുഖതയും ഒക്കെ നമ്മുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഉണ്ട്. അത് ഇല്ലയെന്ന് പറയുന്നതിന് അർത്ഥമൊന്നുമില്ല. പക്ഷേ അതിൽ വലിയ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പല സ്റ്റേറ്റുകളും, ഇപ്പോൾ ഇന്ത്യയിലെ തന്നെ പല സ്റ്റേറ്റുകളും എടുത്തു പോയി കഴിഞ്ഞാൽ അവിടെയെല്ലാം ഈ റിയൽ എസ്റ്റേറ്റോ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചറിലോ നിർമ്മാണ മേഖലയിലോ എല്ലാം വന്നിരിക്കുന്ന വലിയ മുന്നേറ്റവും ബൂമും എല്ലാം ഉണ്ടായപ്പോൾ അവിടത്തേക്ക് ലോക്കൽ പ്ലെയേഴ്സാണ് അവിടുത്തെ മാർക്കറ്റ് ലീഡേഴ്സായിട്ട് മാറിയതും വലിയ ബ്രാൻഡുകളായിട്ട് മാറിയത്. നമ്മുടെ മുമ്പിലുള്ള വ്യക്തമായിട്ടുള്ള ഹിസ്റ്ററിയാണ്. ബാംഗ്ലൂർ എങ്ങനെ സംഭവിച്ചത് നമുക്കറിയാം, ചെന്നൈയിൽ എന്താ സംഭവിച്ചതറിയാം, ബോംബെയിൽ എന്താ സംഭവിച്ചത് നമുക്കറിയാം. ഇതുപോലെ അപ്കമ്മിങ് ആയിട്ടുള്ള ഹൈദരാബാദ് പോലത്തെ സ്ഥലങ്ങളിലും എല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിടുത്തെ ആ സ്ഥലത്ത് ആ വികസനം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവുന്നത് അവിടുത്തെ ലോക്കൽ ഫ്ലേവറുള്ള റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പേഴ്സിൽ കൂടെ തന്നെയാണ് ഉണ്ടായിരുന്നത്. കാരണം ബാംഗ്ലൂർ വന്നിരിക്കുന്ന IT പാർക്കുകളിൽ ഒരു 90% IT പാർക്കുകളും പ്രൈവറ്റ് ഓൺഡാണ്. വെറും 10% പോലും ഉണ്ടാവുള്ളൂ ഗവൺമെൻറ് ഓൺഡായിട്ടുള്ളത്. വേറെ നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് നോക്കുമ്പോൾ പ്രൈവറ്റ് ഓൺഡായിട്ടുള്ള IT പാർക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. അത് പല കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതാണ്. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് ആ സിറ്റുവേഷനിൽ മാറ്റം ഉണ്ടാകുന്നുണ്ട്. അത് ചിലപ്പോൾ IT ആവണമെന്നില്ല, ബയോടെക്നോളജി ആവണമെന്നില്ല, വേറെ എന്തെങ്കിലും ആവാം, AI ആവാം. അപ്പോൾ ഐ സ്ട്രോങ്ലി ബിലീവ് ദാറ്റ് ദർ ഇസ് എ ഫ്യൂച്ചർ ഫോർ കേരള. കേരളത്തിന് ഒരു വലിയ ഫ്യൂച്ചർ ഉണ്ടെന്ന് ദൃഢമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളിൽ നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മളുടെ ഒരു സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ മറ്റുള്ള സ്റ്റേറ്റുകളെക്കാളൊക്കെ വളരെ ബെറ്ററാണ്. വേറെ നമ്മളുടെ ഒരു ഓൺട്രപ്രണറൽ ഇൻഫ്രാസ്ട്രക്ചറോ അല്ലെങ്കിൽ ഒരു സംരംഭകത്വവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ മേ ബി ജോലിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊക്കെയുള്ള സ്ഥലങ്ങളിൽ ചിലപ്പോൾ പക്ഷേ നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിലെ പോലെ ഉയർന്നിട്ടുണ്ടാവുകയില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ ഇത്രത്തോളം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്റ്റേറ്റിൽ ഡെവലപ്മെൻറ്റിനുള്ള സാധ്യതകൾ ശരിക്കും പറഞ്ഞാൽ വളരെ കൂടുതലാണ്. അതിനോട് കണ്ടൂസീവായിട്ടുള്ള എൻവയോൺമെൻറ്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, അതൊരു എൻവയോൺമെൻറ്റ് മീൻസ് ഓൺട്രപ്രണറൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റ് കേരളത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് കേരളത്തിൽ വലിയ ഗ്രോത്ത് ഉണ്ടാവും, വലിയ മാർക്കറ്റ് ഉണ്ടാവും. കേരളം ഒറ്റ സിറ്റി ആയിട്ട് തന്നെ കേരളം ഡെവലപ്പ് ചെയ്യാനുള്ള വലിയ സാധ്യതകളുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധ്യതയുള്ള സമയത്ത്
കേരളത്തിൽ ഒന്നാം സ്ഥാനത്ത് ഉണ്ടാവുക എന്നുള്ളത് അസറ്റോംസിൻ്റെ ഒരു പ്രഥമ ലക്ഷ്യം തന്നെയാണ്. വളരെ നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ കണക്കാക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല വലിയ ബ്രാൻഡുകളെയും പല വലിയ ജോബ് ക്രിയേറ്റേഴ്സിനെയും കേരളത്തിലേക്ക് കൊണ്ടുവരുന്നൊരു പ്രയത്നത്തിലാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് നമ്മൾ ഏർപ്പെട്ടിരിക്കുന്നത്. അസറ്റോംസിൻ്റെ പ്രോജക്റ്റുകൾക്കപ്പുറത്ത് കേരളത്തിലേക്ക് വലിയ ബ്രാൻഡുകളെ കൊണ്ടുവരാൻ, അത്തരം ബ്രാൻഡുകളെ കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ ടോറസിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചത്. ഞങ്ങളുടെ വലിയൊരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ടോറസ് കേരളത്തിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റിനെ കുറിച്ച് ആലോചിച്ചത് തന്നെ. അതേപോലെ തന്നെ ഹൈദരാബാദ് ബേസ്ഡ് ആയിട്ടുള്ള JV വെഞ്ചേഴ്സിനെ കേരളത്തിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അസറ്റോംസും JV വെഞ്ചേഴ്സും ചേർന്ന് ഒരു പുതിയ SPV കമ്പനി ഫോം ചെയ്യും. ബയോടെക്നോളജി ഫീൽഡിൽ പുതിയ ജോബ് ക്രിയേഷൻസ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള പരിശ്രമങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഹോസ്പിറ്റാലിറ്റി രംഗത്ത് വലിയ ബ്രാൻഡുകൾ, കേരളത്തിൽ ഇന്നില്ലാത്ത ഒരുപാട് വലിയ ബ്രാൻഡുകൾ നമ്മൾ പുറത്ത് രാജ്യങ്ങളിൽ പോയാൽ കാണാൻ പറ്റും. അത് നമ്മൾ കാണുന്നില്ല ഇവിടെ കേരളത്തിൽ, അല്ലെങ്കിൽ ഇന്ത്യയിൽ തന്നെ വളരെ കുറവായിട്ടുള്ള ഒരുപാട് വലിയ ബ്രാൻഡുകളുണ്ട്. കേരളം പ്രത്യേകിച്ച് ടൂറിസം രംഗത്ത് ഇത്രയും ഉയർന്നു നിൽക്കുന്നൊരു സ്റ്റേറ്റ്, അതിന് അത്രയും സാധ്യതകളുള്ളൊരു സ്റ്റേറ്റ്. അപ്പോൾ അവിടെ ലോകോത്തരമായിട്ട് താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവുക എന്നുള്ളത് വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഈ റിറ്റ്സ് കാൾട്ടൺ പോലത്തെ ബ്രാൻഡുകളൊന്നും കേരളത്തിൽ വരാത്ത എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആലോചിക്കേണ്ട അത്തരം പ്രയത്നങ്ങൾ ഞങ്ങൾ ചെയ്യുന്നത്. വി ആർ ആക്ച്വലി ട്രൈങ് ഫോർ ബ്രിങ്ങിങ് ഇൻ ദോസ് കൈൻഡ് ഓഫ് ബ്രാൻഡ്സ് ടു കേരള. അപ്പോൾ എഡ്യൂക്കേഷൻ രംഗത്താണെങ്കിലും ടൂറിസം രംഗത്താണെങ്കിലും ജോബ് ഓപ്പർച്യൂണിറ്റീസിൻ്റെ IT പാർക്കുകൾ പോലുള്ള രംഗങ്ങളിലാണെങ്കിലും ഹോസ്പിറ്റൽ സൗകര്യങ്ങളുടെ വന്നു. ഇപ്പോൾ കേരളത്തിൽ ഒരുപാട്, ഇപ്പോൾ തന്നെ കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ ആതുര സേവന രംഗം വളരെ മെച്ചപ്പെട്ടതാണ്. പക്ഷേ ഇനിയും നമുക്കിതിനകത്ത് വലിയ സാധ്യതയുണ്ട്. കാരണം മെഡിക്കൽ ടൂറിസത്തിൽ കേരളത്തിൽ നല്ല കുതിച്ചുചാട്ടം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത്തരം രംഗങ്ങളിലായിട്ടാണെങ്കിലും, അതായത് ഓൾട്ടർനേറ്റ് റിയൽ എസ്റ്റേറ്റ് വെർട്ടിക്കൽസ് നന്നായിട്ട് വന്നാൽ മാത്രമേ ജോബ് ക്രിയേഷൻസും സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചറും എല്ലാം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത്തരം രംഗങ്ങളിൽ ഉള്ള മികച്ച ബ്രാൻഡുകളെ കേരളത്തിൽ കൊണ്ടുവരാനും അവരെ കേരളവുമായിട്ട് അസോസിയേറ്റ് ചെയ്യിപ്പിക്കാനും അതിൻ്റെ കൂടെ നിന്നുകൊണ്ട് അസറ്റ് വളരാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ആസൂത്രണം ചെയ്ത് പ്രാവർത്തികമാക്കി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ആ പ്രവർത്തനത്തിനകത്താണ് കൂടുതൽ സമയവും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട്സ് വന്നു തുടങ്ങുന്നുള്ളൂ. പലപ്പോഴും സംഭവിക്കുന്ന ഇത്തരം കാര്യങ്ങളൊക്കെ ഒരുപാട് തടസ്സങ്ങളിലൂടെ കടന്നു വരുള്ളൂ. കാരണം ഇതൊരു മൈൻഡ് സെറ്റ് ഇഷ്യൂ വരെയുണ്ട്. കാരണം കൊളംബിയ പസഫിക്കിനെ കേരളത്തിൽ ഏറ്റവും നല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സീനിയർ ലിവിങ് പ്രൊവൈഡേഴ്സാണ് കൊളംബിയ പസഫിക് ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചപ്പോൾ അന്ന് കൊളംബിയ പസഫിക്കിൻ്റെ ആൾക്കാർ കേരളത്തിൽ വരുന്ന ദിവസം പത്രത്തിലെ വാർത്ത ഇവിടുത്തെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി സമരം ചെയ്യുന്നതാണ്. അപ്പോൾ 4 കൊല്ലം 5 കൊല്ലം മുമ്പാണ് ഈ സംഭവം. അന്ന് ഞാൻ അമേരിക്കയിൽ നിന്ന് കൊളംബിയ പസഫിക്കിൻ്റെ ആൾക്കാരുടെ കേരളത്തിൽ വന്ന് എറണാകുളത്ത് നമ്മളായിട്ട് ഡിസ്കഷൻ വരുമ്പോൾ അന്ന് അവർ കാണുന്ന ഇംഗ്ലീഷ് പത്രങ്ങളിലെല്ലാം പ്രധാന ന്യൂസ് കേരളത്തിലെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി സമരം ചെയ്യുന്നുണ്ട്. അവർ ഞെട്ടിപ്പോയി. അവർ പറഞ്ഞു, നേഴ്സ് സമരം ചെയ്യുന്ന സ്ഥലത്ത് എങ്ങനെ ഞങ്ങളുടെ ബ്രാൻഡ് വർക്ക് ചെയ്യും, എങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റും? കാരണം നേഴ്സുമാർ സമരം ചെയ്യുന്നത് ലോകത്തെങ്ങും കേട്ടിട്ടുണ്ടാവില്ല. എന്നാൽ കേരളത്തിലെ നേഴ്സുമാരെ പറ്റിയിട്ട് അവർക്ക് വളരെ നല്ല അഭിപ്രായമാണ്. കാരണം ഒരു അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിൽ പോലും ഒരു ആൾ മരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സെങ്കിലും അവരെ ശുശ്രൂഷിച്ചിട്ടുണ്ടാവും എന്ന് വരെ അവർ പറയുന്ന ഗ്രൂപ്പാണ് കൊളംബിയ പസഫിക്. അത്ര റെസ്പെക്റ്റോടെയാണ് കേരളത്തിലെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി കാണുന്നത്. അങ്ങനെയുള്ള ആൾക്കാർ കേരളത്തിൽ വന്നപ്പോൾ ഇവിടെ നേഴ്സിംഗ് കമ്മ്യൂണിറ്റി സമരം ചെയ്യുന്നു എന്നുള്ള വാർത്ത കാണുമ്പോൾ ദേ ഫെൽറ്റ് വെരി വെരി ബാഡ്. അവർ വളരെ വിഷമം തോന്നി അവർക്ക്. കാരണം അവർ ഇങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെയാണ് നമ്മളൊരു സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റിയെ സെർവ് ചെയ്യുക, ഞങ്ങളുടെ പോലത്തെ ബ്രാൻഡ് എങ്ങനെയാണ് അത് സർവൈവ് ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഇത്തരം പ്രശ്നങ്ങൾ നിൽക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ കൂടി അതിനകത്ത് സ്റ്റേക്ക് ഹോൾഡറായിട്ടാണ് കൊളംബിയ പസഫിക്കിനെ ഞങ്ങൾ കേരളത്തിലേക്ക് കൊണ്ടത്. അപ്പോൾ ഇതിനകത്തൊരു വലിയ എഫർട്ടിൻ്റെ ആവശ്യമുണ്ട്. കാരണം നമുക്ക് കേരളം വളരാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇവിടെ വളർച്ച ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ മറ്റുള്ള സ്റ്റേറ്റുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത്തരം രംഗങ്ങളിൽ അല്ലെങ്കിൽ ഓൺട്രപ്രണർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് പുറകിലാണ്. അപ്പോൾ പുറകിൽ നിൽക്കുന്ന സ്ഥലത്തിലെ വളർച്ച ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ വളർച്ച കൊണ്ടുവരാനായിട്ട് ഏറ്റവും ആവശ്യം ഈ രംഗങ്ങളിലെല്ലാം തന്നെയുള്ള ലോക പ്രശസ്തമായിട്ടുള്ള നല്ല ബ്രാൻഡുകൾ ഇവിടെ എത്തിച്ചേരുക എന്നുള്ളതാണ്. ആ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ലംബോർഗിനിയോട് സംസാരിക്കുന്നതും ഞങ്ങൾ കൊളംബിയ പസഫിക്കിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നതും ടോറസിൻ്റെ പ്രോജക്റ്റുകൾ, അതായത് ടോറസ് ഡെവലപ്പേഴ്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ പ്രോജക്റ്റുകളും IT പാർക്കുകളും എല്ലാം കേരളത്തിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. JV വെഞ്ചേഴ്സ് പോലുള്ള കമ്പനികളുടെ ബയോടെക്നോളജി പാർക്കുകൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഈ ഒരു പ്രയത്നം ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രയത്നത്തിനകത്ത് ഒരുപക്ഷെ അസറ്റോംസിൻ്റെ ബ്രെഡ് ആൻഡ് ബട്ടർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാവുന്ന കമേഴ്ഷ്യൽ ബിൽഡിങ്ങോ അല്ലെങ്കിൽ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്റ്റോ വില്ല പ്രോജക്റ്റിനോ അപ്പുറത്ത് ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള മറ്റ് പുതിയ റിയൽ എസ്റ്റേറ്റ് വെർട്ടിക്കൽസ്, അതിനകത്ത് സ്കൂളുകൾ വരും. കാരണം ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടാവും ഈ ന്യൂസ്. അതായത് ദുബായിലെ ശോഭയുടെ സ്കൂള് അത് വിൽപ്പന നടന്നു. ആ സ്കൂൾ സ്ക്വയർ ഫീറ്റിന് വിറ്റുവരും.
മനസ്സിലായില്ലേ? അവരുടെ പ്രൊജക്റ്റിനകത്ത് അല്ലല്ല, അല്ലാതെ ശോഭയിലെ 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ, ദുബായിലെ 2 പ്രധാനപ്പെട്ട സ്കൂളുകൾ ശോഭ ഡെവലപ്പേഴ്സ് ഓൺ ചെയ്യുന്നതാണ്. ആ 2 സ്കൂളുകളും റിയൽ എസ്റ്റേറ്റ് വാല്യൂവിൽ അവർ വേറൊരു കമ്പനി വിറ്റു, സ്ക്വയർ ഫീറ്റ് ബേസിൽ. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഇതിലെല്ലാം ഒരു റിയൽ എസ്റ്റേറ്റ് പാർട്ടുണ്ട്. ഹോസ്പിറ്റലിലൊരു റിയൽ എസ്റ്റേറ്റ് പാർട്ടുണ്ട്, ഹോസ്പിറ്റാലിറ്റിയിലൊരു റിയൽ എസ്റ്റേറ്റ് പാർട്ടുണ്ട്, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിലൊരു റിയൽ എസ്റ്റേറ്റ് പാർക്കുണ്ട്, ഇൻഡസ്ട്രിയൽ പാർക്കുകളിലൊരു റിയൽ എസ്റ്റേറ്റ് പാർട്ടുണ്ട്. അപ്പോൾ ഈ റിയൽ എസ്റ്റേറ്റ് പാർട്ട് അസറ്റ് ഹോംസ് ഹാൻഡിൽ ചെയ്യും, അതിൻ്റെ ഓപ്പറേഷണൽ പാർട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ബ്രാൻഡുകൾ വരികയും ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നൊരു ഫ്യൂച്ചർ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ പ്രവർത്തന മേഖലകളിലും, അത് ബസ് സ്റ്റാൻഡ് എടുത്താലും റെയിൽവേ സ്റ്റേഷൻ എടുത്താലും എയർപോർട്ട് എടുത്താലും ഹോസ്പിറ്റൽ എടുത്താലും ഇതിലെല്ലാം ഒരു റിയൽ എസ്റ്റേറ്റ് ഘടകമുണ്ട്. അപ്പോൾ ആ റിയൽ എസ്റ്റേറ്റ് ഘടകം ഹാൻഡിൽ ചെയ്യുന്ന എക്സ്പെർട്സായിട്ട് അസറ്റ് ഹോംസ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ മാറുകയും, അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷനാണ് ശരിക്കും സംഭവിക്കുന്നത്. അസറ്റ് ഹോംസ് എന്ന് പറയുന്നത് ഒരു ബിൽഡറല്ല, അസറ്റ് ഹോംസ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് മാറുകയാണ്. ഇപ്പോൾ നമ്മൾ പറയില്ലേ, ആയുർവേദ ചികിത്സാ രംഗത്ത് ഒരുപാട് ബ്രാൻഡുകളുണ്ടെങ്കിലും കോട്ടക്കൽ ആയുർവേദശാലയെ നമ്മൾ കാണുന്നത് ഒരു ബിസിനസ് എൻറ്റിറ്റി ആയിട്ടല്ല, നമ്മൾ കാണുന്നത് ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ടാണ്. കറക്റ്റ് അല്ലേ? അപ്പോൾ ആ ഒരു പൊസിഷനാണ് അസറ്റ് ഹോംസ് ആഗ്രഹിക്കുന്നത്. ആ ഒരു പൊസിഷനിൽ എത്താൻ വേണ്ടിയിട്ടുള്ള പ്രയത്നങ്ങളാണ് നമ്മളൊന്ന്. അതുകൊണ്ട് തന്നെയാണ് ഈ കഴിഞ്ഞൊരു 3-4 വർഷമായിട്ട് ഈ റിയൽ എസ്റ്റേറ്റ് രംഗവുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ഈ ബിൽഡർ കമ്മ്യൂണിറ്റി, ഫ്ലാറ്റ് നിർമ്മാണം, വില്ല നിർമ്മാണ രംഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊന്നും ഒരുപക്ഷെ അസറ്റ് ഹോംസിൻ്റെ ആൾക്കാരുടെ പ്രസൻസ് നിങ്ങൾ വലുതായിട്ട് കാണാത്തത്. എന്നാൽ ഒരാളെന്നോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ക്രഡായി എക്സിബിഷൻ കാണാഞ്ഞത്. കാരണം ക്രഡായി എക്സിബിഷനെക്കാട്ടിലും വലിയൊരു എക്സിബിഷൻ ഞങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയെന്ന്. ആ ക്രഡായി എക്സിബിഷൻ നടക്കുന്ന ദിവസം ഞങ്ങൾ ബയോടെക്നോളജി പാർക്കുകൾ കേരളത്തിൽ കൊണ്ടുവരുന്ന ചർച്ചയെ പങ്കെടുക്കാൻ പോയിക്കാണ്. അപ്പോൾ ഞങ്ങളുടെ പ്രിഫറൻസ് ഞങ്ങൾ കുറച്ചൊന്ന് മാറ്റി നോക്കുകയാണ്. വേറെ ഒന്നുകൊണ്ടല്ല, കേരളത്തിന് വലിയ പൊട്ടൻഷ്യൽ ഉണ്ടെന്നും കേരളം വലിയൊരു വികസിത സ്ഥലമായിട്ട് മാറുന്നതിനുള്ള ഒരു ബേസിക് ഇൻഫ്രാസ്ട്രക്ചർ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് ആ ഒരു പ്രയത്നത്തിൽ ഗവൺമെൻറ്റും മറ്റ് അനൗദ്യോഗികമായിട്ടുള്ള ഗവൺമെൻറ് ഇതര ഏജൻസികളുടെയും പോലെ തന്നെ അസറ്റ് ഹോംസും തങ്ങളാലായിട്ടൊരു ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ ശ്രമത്തിന് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നതുകൊണ്ടാണ് ഞങ്ങളെ ചില സ്ഥലങ്ങളിൽ നിങ്ങളിപ്പോൾ കാണാത്തത്. മനസ്സിലായില്ലേ? പക്ഷേ വളരെ അതിവിദൂരമല്ലാത്ത സമയത്ത് തന്നെ ഈ പറഞ്ഞ മേഖലകളിലെല്ലാം തന്നെ അസറ്റ് ഹോംസ് കൂടി പങ്കാളികളായിട്ടുള്ള പ്രസ്ഥാനങ്ങൾ കേരളത്തിൽ വരികയും അത് കേരളത്തിൻ്റെ മൊത്തത്തിലുള്ളൊരു വളർച്ചയിൽ വലിയ പങ്ക് വഹിക്കുകയും ചെയ്യുന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസമാണ് ഞങ്ങൾ. നമ്മുടെ ഇപ്പം സാറ് പറഞ്ഞ പോലെ നമ്മുടെ ഈ ദുബായിലൊക്കെ ലോകത്തുള്ള ആർക്ക് വേണമെങ്കിലും വീട് മേടിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ദുബായിൽ എന്നാന്ന് വെച്ചാൽ ദുബായിലുള്ള ആൾക്കാർ ആണെങ്കിൽ ഇത്രയും ഒരു വളർച്ച അവിടെ ഉണ്ടായില്ല. നമ്മളിപ്പം കേരളത്തിൽ റീസെൻ്റായിട്ടല്ല കുറേ കാലങ്ങളായിട്ടുണ്ട്, പക്ഷേ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങിയപ്പോഴത്തേന് എനിക്ക് മനസ്സിലായത് നമ്മുടെ ബാക്കിയുള്ള മെട്രോ സിറ്റീസിൽ നിന്ന് ആളുകൾ നമ്മുടെ കേരളത്തിൽ, അതായത് റിട്ടയർമെൻ്റ് ആകാം, അതല്ല അവർ ഇൻവെസ്റ്റ്മെൻ്റ് ആകാം, അങ്ങനെ കുറേ ആളുകൾ ഇപ്പം മലയാളികളല്ലാത്തവർ അപ്പം കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പം അത് ഒരു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ള രീതിയിൽ വന്നിട്ടുണ്ട്, അല്ലാതെ ഇവിടെ താമസിക്കണമെന്ന് ആഗ്രഹിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റേഴ്സിന് കേരളത്തിൽ മേടിക്കുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ, അല്ലെങ്കിൽ അവർക്കൊരു അഡ്വൈസ് എന്തായിരിക്കും സാറിന് കൊടുക്കാൻ പറ്റുന്നത്? അല്ല, ചില പ്രത്യേക മേഖലകളിൽ ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർക്കും, ഇപ്പം നമ്മുടെ ഇന്ത്യക്ക് പുറത്തുള്ള ആൾക്കാർ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ചില തടസ്സങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ സ്പെഷ്യൽ റെസിഡൻഷ്യൽ സോണുകൾ വഴി ചിലപ്പോൾ പക്ഷേ ആ പ്രശ്നം പരിഹരിക്കപ്പെടുന്നിരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിൽ ഞാൻ മനസ്സിലാക്കിയത് ഇന്ത്യയിലെ ആദ്യത്തെ സ്പെഷ്യൽ റെസിഡൻഷ്യൽ സോൺ വരാൻ പോകണം. അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും ദുബായിലെ പോലെ മേടിക്കാവുന്ന സിറ്റുവേഷൻ വരും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ത്യയിലെപ്പോൾ ഉണ്ടാവും എന്നുള്ളത് നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. കാരണം ചിലത് ഒരുപാട് സോഷ്യോ പൊളിറ്റിക്കൽ കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അപ്പോൾ ദുബായ് പോലെ അല്ലല്ലോ ഇന്ത്യ. അപ്പോൾ ചിലപ്പോൾ പക്ഷേ ഇന്ത്യയിൽ അങ്ങനെ വരാനുള്ള സാധ്യതയും സമയമൊക്കെ കൂടുതലെടുത്തേക്കാം. പക്ഷേ നമ്മുടെ സ്റ്റേറ്റിൽ മറ്റ് സ്റ്റേറ്റിലുള്ള ആൾക്കാർക്ക് വാങ്ങിക്കുന്നതിന് യാതൊരു തടസ്സമില്ല. അപ്പോൾ അവരെ ആകർഷിക്കുന്ന ചില ഘടകങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വളരെ വളരെ അഡ്വാൻസ്ഡ് ആണ്. ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഹോസ്പിറ്റൽ രംഗത്ത്, ആതുര സേവന രംഗത്ത് കേരളത്തിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് ലോകോത്തരമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ കോസ്റ്റും വളരെ കുറവാണ്. ഒരു ബോംബെയിൽ പോയിട്ട് ഒരാളൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്ന കോസ്റ്റും കേരളത്തിൽ ചെയ്യുന്ന കോസ്റ്റ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വളരെ കുറവാണെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അങ്ങനത്തെ മാത്രമല്ല ഫെസിലിറ്റി വളരെ 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 ബെറ്റർ ഫെസിലിറ്റിയാണ് കേരളത്തിലുള്ളത്. നല്ല ഡോക്ടേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഫസ്റ്റ് കണക്ട് ചെയ്യുന്ന സ്ഥലം സീനിയർ ലിവിങ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഇന്ത്യയിലുള്ള മുഴുവൻ ആൾക്കാർക്കും, പിന്നെ ക്ലൈമാറ്റിക് കണ്ടീഷൻ, കേരളത്തിലെ ക്ലൈമറ്റ് എന്ന് പറയുന്നത് വളരെ വളരെ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞാൽ ഇതുപോലെ വേറെ സ്ഥലമേ ഉണ്ടാവില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളെല്ലാം ശരിക്കും പറഞ്ഞാൽ സീനിയർ ലിവിങ് രംഗത്തേക്ക് വരുമ്പോഴത്തേക്കും ആൾക്കാരെ സമയത്ത് അവരുടെ പ്രൊഫഷൻ്റെ ആ ഒരു പീക്ക് പീരീഡ് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പോൾ അവരുടെ ജോലിയുമായിട്ട് വലിയ കണക്റ്റഡ് അല്ല അവരുടെ ലൈഫ്.
അവർക്ക് അതേസമയം വളരെ സോഷ്യൽ ഫാബ്രിക് വളരെ നന്നായിരിക്കണം, വളരെ എന്താ പറയുക, വളരെ സ്നേഹത്തോടെ സമാധാനത്തിൽ ആൾക്കാർ ജീവിക്കുന്നൊരു സ്ഥലമായിരിക്കണം. ഒപ്പം തന്നെ ഈ പറഞ്ഞ പോലത്തെ മെഡിക്കൽ സൗകര്യങ്ങൾ വളരെ കൃത്യമായിട്ടുണ്ടാവണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം വെച്ച് നോക്കുമ്പോൾ സീനിയർ ലിവിങ് ഹബ്ബായിട്ട് കേരളത്തിനെ മാറ്റാനായിട്ട് വലിയ പ്രയത്നം വേണ്ടിയല്ല. കാരണം ഇതെല്ലാം നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ നല്ല പ്രോഡക്റ്റുകൾ കൂടി കൊടുത്താൽ മതിയാവും, നല്ല സർവീസ് ഏജൻസികൾ നമ്മൾ കൊണ്ടുവന്നാൽ മതിയാവും. അപ്പോൾ അതുപോലെ കേരളത്തിന് ശോഭിക്കാൻ കഴിയുന്ന ഒരുപാട് മേഖലകളുണ്ട്. കേരളത്തിന് പുറത്തുള്ള സ്റ്റേറ്റുകളിലെ ആൾക്കാർ റെസ്പെക്റ്റീവ് ഓഫ് ദ ജിയോഗ്രഫിക്കൽ ബാരിക്കേഡ്സ് അവർക്ക് വരാനും ഇൻവെസ്റ്റ് ചെയ്യാനും താമസിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണ്ട് ആൾക്കാർ ബോംബെയിലേക്ക് പോയവിടെ നാളെ ആൾക്കാർ കൊച്ചിയിലേക്ക് വരാം. അപ്പോൾ ആ സിറ്റുവേഷൻ ഉണ്ടാവുമെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. അല്ല, എനിക്ക് റീസെൻ്റ്ലി അനുഭവമുണ്ട്. ഞാൻ പല ആൾക്കാരോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറേ വർഷങ്ങൾ ഡൽഹിയിൽ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ തന്നെ വർക്ക് ചെയ്തതാണ്. അപ്പം ഈ അടുത്തിടെ ഉണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കസ്റ്റമർ ഡൽഹിയിൽ നിന്ന് വന്നിട്ട് കേരളത്തിൽ, ഹിന്ദിക്കാരനാണ്, പുള്ളിക്ക് ഹിന്ദി അറിയത്തുള്ളൂ, മലയാളം തമിഴ് ഒന്നും അറിയത്തില്ല. അപ്പം പുള്ളിക്കാരൻ വന്നു കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു കൊളീഗാണ് ആദ്യം കാണുന്നത്. ആദ്യം കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു, ഇങ്ങനെ ഗുഡ്ഗാവിലാണ് ഞാൻ വീടെടുത്തിരിക്കുന്നത്, ഇനിയിപ്പോൾ എനിക്ക് റിട്ടയർമെൻറ്റ്, ഞാൻ 2-3 സിറ്റികൾ ആലോചിച്ചു, എൻ്റെ വില്ലേജ് ആലോചിച്ചു. അപ്പോൾ പുള്ളി എനിക്ക് തോന്നുന്നു ഗുജറാത്ത് സൈഡാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാനിങ്ങനെ 2-3 ഇതെല്ലാം ആലോചിച്ച് കഴിഞ്ഞിട്ട് ഫാമിലിയായിട്ടൊരു ഡിസ്കഷൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞത് കേരളത്തിലെടുക്കാം. അപ്പം കേരളമായിട്ട് പുള്ളിക്ക് അങ്ങനെ ബന്ധമില്ല, വല്ലപ്പോഴും ഒന്ന് വന്നു പോയിട്ടുള്ള ഒരു ബന്ധമില്ല. അപ്പം നമ്മുടെ കൊളീഗുമായിട്ട് സംസാരിച്ചും പറഞ്ഞു, ഇങ്ങനെ ഡൽഹിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേന്, ഞാൻ ഡൽഹിയിലുണ്ടെന്നുള്ള ഇതുകൊണ്ട് പുള്ളി പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഒരു കൊളീഗ്, പുള്ളി കുറേ കാലം ഡൽഹിയിൽ വർക്ക് ചെയ്തതാണ്. അപ്പോൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഞാനുമായിട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ SS ഗ്രൂപ്പ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലാണ് ഞാനവിടെ വർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞു, എൻ്റെ വീട് ഞാൻ അവിടെ ആണല്ലോ എടുത്തതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഇവിടെ, പുള്ളി വന്നു കഴിഞ്ഞ് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് ഞാനാ പുള്ളിക്ക് അവിടെ വീട് കൊടുത്തത്. അപ്പോൾ പുള്ളിയോടൊരിക്കൽ ഞാൻ അപ്പുറത്തേന് അത്രയും ബന്ധമുള്ളതോട് ഞാൻ ചോദിച്ചു, എന്താണ് എക്സാക്റ്റ് ആയിട്ടുള്ള റീസൺ എന്ന് ചോദിച്ചാൽ പുള്ളി പറഞ്ഞു, ശരി, നമ്മളവിടെ ഡൽഹിയിൽ വർക്ക് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കരിയർ വൈസ് ഗ്രോത്ത് എല്ലാം ഉണ്ട്. റിട്ടയർമെൻറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇപ്പം നമുക്ക് ആ സമയത്ത് നമ്മൾ കരിയർ ഗ്രോത്ത് ഉള്ളതുകൊണ്ട് പൊല്യൂഷന്, ട്രാഫിക്ക്, ഇതെല്ലാം നമുക്ക് അനുഭവിക്കാം. അതുകൊണ്ട് ഇത് അപ്പോൾ അതിന് ഇതായിട്ട് നമുക്ക് കരിയർ ഗ്രോത്ത് വരുന്നുണ്ട്. പക്ഷേ അതിന് ശേഷം എന്തിന് ഈ പൊല്യൂഷൻ, ഇപ്പോൾ ഡൽഹിയിലെ അറിയാലോ സാറിന്, അതുപോലെ ഇതല്ല. അപ്പോൾ അതിന് ശേഷം എന്തിന്? അപ്പോൾ അവിടുത്തെ ഒരു വീട് അവിടെ നിന്നോട്ടെ, പക്ഷേ ഞങ്ങൾ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഇവിടെ വന്ന് താമസിക്കുക, എന്നിട്ട് എയർപോർട്ടുണ്ട്. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്നാർ വളരെ അടുത്താണ്. ഇപ്പം ബീച്ചിൽ പോകണമെന്നുണ്ടെങ്കിൽ വർക്കല അല്ലെങ്കിൽ തൊട്ടടുത്ത് നമ്മുടെ അടുത്ത് ബീച്ചുകളുണ്ട്. അപ്പോൾ എല്ലാം ഭയങ്കരമായിട്ട് കണക്റ്റഡാണ്. അപ്പോൾ പുള്ളി പറഞ്ഞു, ഇത് എല്ലാം കൂടെ ചിന്തിച്ചിട്ടാണ് ഞാൻ ഇങ്ങനൊരു പ്ലാൻ എടുത്തതെന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഒരു നല്ലൊരു കേരളത്തിൻ്റെ ശരിക്കും പറഞ്ഞാൽ ടൂറിസം മേഖല അല്ലാതെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ ഭയങ്കര വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക്. ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ പറ്റിയത് സീനിയർ ലിവിങ് തന്നെയാണ് കൂടുതലായിട്ടും വരുന്നത്. സാറേ, നമ്മൾ ഈ സാറ് കസ്റ്റമറിൻ്റെ കാര്യം പറഞ്ഞു, കസ്റ്റമർ സെൻട്രിക്കാണ്. അപ്പോൾ കസ്റ്റമറിന് വളരെ ഹാപ്പി ആകണം എന്നുള്ളതാണ് അസറ്റിൻ്റെ എന്ന് പറയും. അതേപോലെ തന്നെ ഒരു സെയിം ആയിട്ടുള്ള ഒരു ഇതാണ് നമ്മൾക്കിപ്പം പല ആൾക്കാർക്കും ഇവിടെ ലാൻഡുണ്ട്. അപ്പം അവർക്ക് പിന്നെ ഇപ്പം ബിൽഡേഴ്സൊന്നും എല്ലാവരും എന്നാന്ന് വെച്ചാൽ ജോയിൻറ്റ് വെഞ്ചർ അല്ലാതെ ഔട്ട്റൈറ്റ് മേടിച്ചിട്ട് ഒരു പ്രൊജക്റ്റൊക്കെ കൊണ്ടുവരിക എന്ന് പറയുമ്പോഴത്തേന് അതിൻ്റെ ഒരു കോസ്റ്റ് ഭയങ്കരമായിട്ട് ചിലപ്പോൾ ഹൈ ആയി പോകും. ആ മാർക്കറ്റിൽ കൊടുക്കാൻ പറ്റുന്നതിനേക്കാളും കൂട്ടിയ കോസ്റ്റിലേക്കൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം ഈ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ആയിട്ടുള്ള പല ആൾക്കാരോടൊക്കെ ഞങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേന് ജോയിൻറ്റ് വെഞ്ചേഴ്സിനെ കുറിച്ച് അറിയത്തില്ല, അല്ലെങ്കിൽ ജോയിൻറ്റ് വെഞ്ചേഴ്സ് ചെയ്യുമ്പോഴത്തേന് ജോയിൻറ്റ് വെഞ്ചേഴ്സ് ചെയ്യാനൊരു പേടി അല്ലെങ്കിൽ ഒരു മടി, ഇങ്ങനെ ഒരു ഇത് വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർക്ക് സാറിൻ്റെ എന്താണ് ഒരു അഡ്വൈസ് കൊടുക്കാനുള്ളത്? ജോയിൻറ്റ് വെഞ്ചറും ഔട്ട്റൈറ്റും തമ്മിലുള്ള ഒരു ഡിഫറൻസ് എന്താണ് നമുക്ക് പറയാനുള്ളത്? ഇതിനകത്തൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഈ ജോയിൻറ്റ് വെഞ്ചർ ഒരു മോഡ് ഓഫ് ഓപ്പറേഷൻ തന്നെയാണ്. റിയൽ എസ്റ്റേറ്റിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകം തന്നെയാണ് ജോയിൻറ്റ് വെഞ്ചർ. ഈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്ന മെത്തേഡ് അത് വേറെ ഒന്നുകൊണ്ടല്ല, ഒരു ബിൽഡറെ സമയത്തുള്ള ചോയ്സ് ഉണ്ട്. അയാൾക്ക് ഒരു പ്രൊജക്റ്റ് ഒരു സമയത്ത് ചെയ്യണോ അതോ കൂടുതൽ പ്രോജക്റ്റുള്ള ഒരു സമയത്ത് ചെയ്യണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. അപ്പോൾ ഒരു വലിയ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ പ്രോജക്റ്റുള്ള ഒരു സമയത്ത് വേണ്ടി വരും. അപ്പോൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് വല്ലാണ്ട് കൂടും എല്ലാ പ്രോപ്പർട്ടിയും വാങ്ങി ചെയ്യാനായിട്ട് പോകുമ്പോൾ. അപ്പോൾ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറയുന്നത് ലീഗലി അലോഡായിട്ടുള്ള ഫോർമാറ്റാണ്. ആ ഫോർമാറ്റ് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജോയിൻറ്റ് വെഞ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഒരു മാരേജ് പോലെയാണ്. ജോയിൻറ്റ് വെഞ്ചർ ആയാലും സ്വന്തം ലാൻഡ് പണിയുന്നതായാലും കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകം അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ടൈറ്റിലും ഡോക്യുമെൻറ്റും നിർമ്മാണം സമയത്ത് പൂർത്തീകരിച്ച് അവർക്ക് കൈമാറ്റം ചെയ്ത് കിട്ടുക എന്നുള്ളതാണ്. പലപ്പോഴും ഇതിനകത്ത് സംഭവിക്കുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, രണ്ടുപേര് തമ്മിൽ ചേർന്നൊരു ജോയിൻറ്റ് വെഞ്ചർ ഡെവലപ്മെൻറ്റ് നടത്തുന്ന സമയത്ത് ലാൻഡ് ലോഡും ബിൽഡറും തമ്മിലുള്ളൊരു ബന്ധം ഒരു വളരെ കൃത്യമായിട്ട് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവസാനം വരെ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ദിസ് വിൽ ബിക്കം എ പെയിൻ ഫോർ ദി കസ്റ്റമർ.
ലാൻഡ് ലോഡും ബിൽഡറും തമ്മിലുള്ള പ്രശ്നം ചിലപ്പോൾ പക്ഷേ വേറെ ഇതിൽ തീർന്നു പോകും. കസ്റ്റമർ ഇതിനകത്ത് ഒരുപാട് പെയിൻ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ അതിനകത്തൊരു ചോയ്സിൻ്റെ പ്രശ്നമാണ് അത്. അതായത് എങ്ങനെയുള്ള ഒരാളുമായിട്ട് ജോയിൻ വെഞ്ചർ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. എനിക്ക് ഒരു 100ഓളം ആൾക്കാരായിട്ട് 100ഓളം പ്ലോട്ടുകളിൽ ജോയിൻ വെഞ്ചർ ചെയ്ത എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയാം. ഏകദേശം 300ഓളം ലാൻഡ് ലോഡ്സിനെങ്കിലും ഞങ്ങൾ ഇതുവരെ അസറ്റ് ഹോംസ് ആയിട്ട് ബന്ധപ്പെട്ട് ഇടപെടേണ്ടി വന്നിട്ടുണ്ട്. ഇത്രത്തോളം ലാൻഡ് ലോഡ്സായിട്ട് സംസാരിക്കുമ്പോഴും എല്ലാം വിവിധ വ്യക്തികളല്ലേ. അപ്പോൾ അത്തരം വ്യക്തികളായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ അത്തരം അവരുടെ താല്പര്യങ്ങൾ പലതും വ്യത്യാസമുണ്ടാവും, അവരുടെ ആവശ്യങ്ങൾ പലതും സാക്ഷാത്കരിക്കപ്പെട്ടിട്ടുണ്ടാവില്ല, പലപ്പോഴും അവരുടെ നീഡ്സ് അഡ്രസ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ നാച്ചുറലി ദർ ക്യാൻ ബി ഇഷ്യൂസ് ബിറ്റ്വീൻ ദ ലാൻഡ് ലോഡ് ആൻഡ് ദി ബിൽഡർ. പിന്നെ പലപ്പോഴും സംഭവിക്കുന്ന കാര്യം ഇതിനകത്തൊരു പല ബിൽഡേഴ്സും ഇപ്പോൾ വളരെ ഓപ്പണായിട്ട് പറയുന്നത് പല ബിൽഡേഴ്സും കാണുന്ന രീതി എന്ന് പറഞ്ഞാൽ നേരത്തെ മറ്റുള്ള ബിൽഡേഴ്സ് കൊടുത്തിരിക്കുന്നതിനേക്കാളും എന്തെങ്കിലും കൂട്ടിക്കൊടുത്ത് സ്ഥലം കയ്യിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോഴും അത് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. യാതൊരു രീതിയിലുള്ള ബേസിക് എസ്റ്റിമേഷൻസും ഇല്ലാതെ യാതൊരു രീതിയിലുള്ള ബേസിക്കായിട്ടുള്ള നോളജൊക്കെ ഉണ്ടെന്ന് അവർ ധരിക്കുന്നുണ്ടാവും അവരുടെ എക്സ്പീരിയൻസിനെ വെച്ചിട്ട്. പക്ഷെ ഒരു കൃത്യമായിട്ടുള്ള ഇൻപുട്ടൊന്നും എടുക്കാതെ മാർക്കറ്റ് റിസർച്ച് നടത്താതെ മറ്റുള്ള ബിൽഡർമാർ വിൽക്കുന്നിടയ്ക്ക് എനിക്കും വിൽക്കാമെന്നുള്ള ധാരണയോട് കൂടിയിട്ട് ഒക്കെ പ്രോജക്റ്റുകൾ ഏറ്റെടുത്ത് നടന്ന ഒരുപാട് ബിൽഡർമാർ മാർക്കറ്റിലുണ്ട്. അത് മേ ബി അവരുടെ ഒരു ബിസിനസ്സിൻ്റെയോ അല്ലെങ്കിൽ അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നം കൊണ്ട് ചെയ്യണമായിരിക്കാം. ലാൻഡ് ലോഡ്സിന് കുഴപ്പം ലാൻഡ് ലോഡ്സ് ഇത് കമ്പയർ ചെയ്യും. അത് ജോയിൻ വെഞ്ചർ ചെയ്യാൻ താല്പര്യം നല്ല ബ്രാൻഡായിട്ട് തന്നെയാണ്. പക്ഷേ മറ്റുള്ള ആൾക്കാർ കൊടുക്കുന്ന ഓഫറിന് വേണ്ടിയിട്ട് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ അനാവശ്യമായിട്ട് മാർക്കറ്റിലൊരു ലാൻഡ് പ്രൈസ് ഹൈക്ക് ഉണ്ടാവും, അനാവശ്യമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്തൊരു ബാധ്യത തലയിൽ ഏറ്റെടുത്ത് വയ്ക്കും, അനാവശ്യമായിട്ട് അതൊരു പെയിനായിട്ട് കസ്റ്റമർക്ക് അൾട്ടിമേറ്റ്ലി ചെന്ന് പതിക്കും. കാരണം ഇതെന്ത് ചെയ്യും, ഈ പ്രൈസ് കിട്ടാൻ വേണ്ടി ഡിലേ ആക്കും, നിർമ്മാണം വൈപ്പിക്കും, വലിയ കോംപ്രമൈസ് നടത്തും നിർമ്മാണത്തിൽ, വലിയ കോംപ്രമൈസ് നടത്തുന്ന ഒരുപാട്. കാരണം നമുക്കിപ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നും വരുന്ന ഞങ്ങളിപ്പോൾ ഇന്ത്യയിൽ എടുത്തൊരു തീരുമാനം ചില ബിൽഡർമാരുടെ ഓഫീസിൽ വരുന്ന ആൾക്കാരെ ഞങ്ങൾ എടുക്കാറില്ല നമ്മുടെ ഓഫീസിലേക്ക്. എടുക്കാത്തതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല, അവരുടെ ബാഗേജ് വളരെ മോശമാണ്. ഇതേ ക്യാരി വിത്ത് ബാഗേജ് അല്ലേ. അപ്പോൾ ആ ബാഗേജിനകത്ത് സിമെൻറ്റ് കുറച്ച് കൺസ്ട്രക്ഷൻ നടത്താമെന്ന് പറയുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ഒരു ക്വാളിറ്റി ചെക്കിങ് ഇല്ലാണ്ട് പ്രോജക്റ്റ് ചെയ്യാം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ എന്ത് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് വരുന്ന ബിൽഡർ എംപ്ലോയേഴ്സ് അല്ലെങ്കിൽ ടീം മെമ്പേഴ്സിൻ്റെയൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവരത് തന്നെ ഇവിടെ ഒന്നും ചെയ്യുള്ളൂ, പഠിച്ചാലേ പാടാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരം ഒരുപാട് പ്രശ്നങ്ങൾ ഈ മാർക്കറ്റിലുണ്ട്. അപ്പോൾ വാട്ട് ഐ എം സെയിങ് ഈസ് ഈ ജോയിൻ വെഞ്ചറിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്ന ലാൻഡ് ലോഡ്സ് ആദ്യം എടുക്കേണ്ട തീരുമാനം, ജോയിൻ വെഞ്ചർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് എ കമേഴ്സ്യൽ ഡീൽ ബട്ട് ഇറ്റ്സ് എ കമ്മിറ്റ്മെൻറ്റ് ടു ദ കസ്റ്റമർ. അത് പ്രോപ്പറായിട്ട് എൻ്റെ പ്രോപ്പർട്ടി ലീഗലി 100% കറക്റ്റാക്കി അത് കൃത്യമായിട്ടൊരു ബിൽഡർ വഴി നിർമ്മാണം പൂർത്തീകരിച്ച് ഹാൻഡ് ഓവർ ചെയ്യപ്പെടുത്തു പോകുന്ന ഒരു ബിസിനസ്സിന് ഞാൻ പങ്കാളിയാവണം എന്നുള്ള തീരുമാനം ലാൻഡ് ലോഡിൻ്റെ ഭാഗത്തുണ്ടാകും. പലപ്പോഴും ബിൽഡറുടെ ഭാഗത്തുനിന്നാണോ കുഴപ്പമെന്ന് വെച്ചാൽ കുറഞ്ഞ വിലയ്ക്ക് ഒരു ലാൻഡ് കിട്ടിയതുകൊണ്ട് അവിടെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു എന്ന് പലരും പറയാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ വില മാത്രം ഒരു ക്രൈറ്റീരിയ ആയിട്ട് വരുന്ന സ്ഥലത്ത് പോയിട്ടൊരു പ്രൊജക്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ അതിന് വേറെ ചില ഡിഫക്റ്റുകളുണ്ടാവും. അപ്പോൾ ആ ഡിഫക്റ്റുകളോട് കൂടിയിട്ടാണ് നമ്മൾ ആ കുറഞ്ഞ വിലയുടെ സ്ഥലത്തിനെ കൈവയ്ക്കുന്നത്. അപ്പോൾ ആ ഒരു പ്രശ്നവും അൾട്ടിമേറ്റ്ലി കസ്റ്റമർക്കൊരു പെയിനായിട്ട് വരും. ബിൽഡർ ചിലപ്പോൾ ലാഭം ഉണ്ടാക്കിയേക്കാം, പ്രോജക്റ്റ് ചിലപ്പോൾ കംപ്ലീറ്റ് ചെയ്യപ്പെട്ടേക്കാം, ലാൻഡ് ലോഡ് ചിലപ്പോൾ രക്ഷപ്പെട്ടേക്കാം. പക്ഷേ ആ ഒരു ഇഷ്യൂ അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടിയുടെ വില കുറയുന്നതിന് കാരണമായേക്കാവുന്ന ഒരു കാര്യം നാളെ കസ്റ്റമർക്ക് ചിലപ്പോൾ പക്ഷേ പെയിനായിട്ട് വന്നേക്കാം. അപ്പോൾ ഈ രണ്ടുപേരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇത് കൂട്ടേണ്ടതിനെ കൂട്ടാൻ പാടുള്ളൂ. അത് പല ലാൻഡുകളും നമ്മൾ പോയി കണ്ടതിന് ശേഷം ഞങ്ങൾ ലാൻഡ് ഇൻഫർമേഷൻ റിപ്പോർട്ടിൽ നോ എന്ന് എഴുതിയേക്കുന്ന സ്ഥലങ്ങളിൽ പിന്നീട് അതിനെ സർക്കംവെയിറ്റ് ചെയ്ത് അല്ലെങ്കിൽ വേറെ രീതിയിൽ അതിനെ ശരിയാക്കി എടുത്തു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് പ്രോജക്റ്റുകൾ നമ്മുടെ ചുറ്റും നടക്കണ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിരി വരാറുണ്ട്. കാരണം ആ പ്രോജക്റ്റിൻ്റെ കുഴപ്പമെന്താണെന്നും ആ പ്രോജക്റ്റിൻ്റെ ഇൻറ്റേർണലുള്ള പ്രശ്നം എന്താണെന്നും ആ പ്രോജക്റ്റ് പൂർത്തീകരിച്ച് ചെയ്യാനുണ്ടാകുമ്പോൾ കുഴപ്പമെന്താണെന്നൊക്കെ നമുക്കറിയാം. പക്ഷേ നമുക്കത് മാർക്കറ്റിൽ പറയേണ്ട ജോലി ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അവിടെയൊക്കെ പ്രശ്നം ലാൻഡ് ലോഡാണെങ്കിലും ബിൽഡറാണെങ്കിലും ഈ ലാഭം എന്ന് പറയുന്ന സാധനത്തിനെ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുകയാണ്. അവിടെ ഒരു കസ്റ്റമറെ കാണുന്നില്ല. അപ്പോൾ ആ കസ്റ്റമറെ കൂടി കാണുന്നൊരു മനോഭാവം ഈ രണ്ടുപേരുടെ ഭാഗത്തും ഉണ്ടാവുകയാണെങ്കിൽ നല്ല പ്രോഡക്റ്റുകൾ വരും. ചില ലാൻഡുകളപ്പോൾ വീട് പണിയാനോ ഫ്ലാറ്റ് പണിയാനോ പറ്റിയ സ്ഥലം തന്നെ ആവണമെന്നില്ല, വേറെ പല കാര്യങ്ങൾക്ക് നല്ലതായിരിക്കാം. പക്ഷെ നമ്മുടെ ചിലപ്പോൾ അത്തരം കാര്യങ്ങൾ ചെയ്യാതെ ഈ കാര്യത്തിലേക്ക് തന്നെ വരും. അപ്പോൾ അത്തരം
സമീപനങ്ങളിലുണ്ടാവേണ്ട ഒരു മാറ്റം. ഐ തിങ്ക് ഒരു മെച്യൂർഡ് ആവുന്ന മാർക്കറ്റിൽ ഇത്ര ആൾക്കാർക്ക് പ്ലേ ചെയ്യാൻ സ്ഥലം ഉണ്ടാവില്ല. കാരണം ദേ ഡോണ്ട് ഹാവ് എ സ്പേസ്, അവർക്ക് സ്പേസ് ഉണ്ടാവില്ല. അപ്പോൾ എന്തുവരും വെച്ചാൽ അത്തരം ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യപ്പെട്ടു പോവും, അത്തരം ബ്രാൻഡുകൾ ഇല്ലാതായി പോവും. മാത്രമല്ല കസ്റ്റമറെ ഒരു പ്രൂവൺ ട്രാക്ക് റെക്കോർഡ് നോക്കുന്ന ആൾക്കാരാണ്. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ എപ്പോഴും പറയുന്നൊരു പോയിന്റ് എന്ന് വെച്ചാൽ അസറ്റ് ഹോംസിന് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പരസ്യം എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ എനിക്ക് വളരെ ധൈര്യത്തോടെ പറയാൻ പറ്റുന്നൊരു കാര്യം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റാണെന്നാണ്. കാരണം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഓരോ ആൾട്ടർനേറ്റ് പ്രോജക്റ്റിനകത്ത് അസറ്റ് ഹോംസിൻ്റെ പേര് വരും. അസറ്റ് ഹോംസിൻ്റെ പരസ്യമാണ് റിയൽ എസ്റ്റേറ്റ്. 65 പ്രോജക്റ്റുകൾക്ക് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ അംഗീകാരം ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ബാക്കി ഉള്ള നമ്പേഴ്സ് വളരെ കുറവാണ്. ഒരു ഇൻഡിവിജ്വൽ ബിൽഡറെ സംബന്ധിച്ചുള്ള വലിയ നമ്പറാണ്. അപ്പോൾ റെഗുലേറ്ററി അതോറിറ്റിയുടെ വെബ്സൈറ്റിലൂടെ പോലെ ഓരോ പേജ് നോക്കുമ്പോഴും എല്ലാ പേജിലും കാണുന്ന പേര് അസറ്റ് ഹോംസിൻ്റെ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ദാറ്റ് കൈൻഡ് ഓഫ് പ്രസൻസ് വി ഹാവ് മനസ്സിലായില്ലേ. അപ്പോൾ അത് അങ്ങനെ വരുന്നതിനുള്ള കാരണം എന്ന് വെച്ചാൽ നമ്മൾ കസ്റ്റമേഴ്സിനോടുള്ള താല്പര്യങ്ങളോട് കൂടിയിട്ട് പ്രവർത്തിക്കുന്നതോട് കൂടിയിട്ട് മാത്രമാണ്. റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ആവശ്യമില്ല, അല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്ന പല നിർമ്മാതാക്കളുള്ള സമൂഹത്തിൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി എന്നുള്ള ആശയം 2016 വന്നപ്പോൾ അത് പ്രാവർത്തികമാക്കണമെന്ന് ടി വിയിൽ പരസ്യം കൊടുത്ത ആൾക്കാരെ ഞങ്ങൾ മനസ്സിലായില്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റെഗുലേറ്ററി അതോറിറ്റി ഉണ്ടാവുക എന്നുള്ളത് വളരെ വെൽക്കം ചെയ്യേണ്ട കാര്യമാണ്. അവരുടെ കസ്റ്റമേഴ്സിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനായിട്ടൊരു ഓവർസീ ചെയ്യുന്നൊരു ബോഡി ഉണ്ടാവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഈ മാർക്കറ്റിനെ മെച്യൂറാക്കും. അങ്ങനെ മെച്യൂർഡ് ആയിട്ടുള്ളൊരു മാർക്കറ്റിൽ ഈക്വൽ പ്ലെയേഴ്സിനെ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പറഞ്ഞ പോലെ ജോയിൻറ്റ് വെഞ്ചറിനകത്ത് കൂടുതൽ ഒരു ഫ്ലാറ്റ് കൂട്ടി കൊടുത്ത് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ അവരെത്തരാന്നതിനേക്കാളും ഒന്നും കൂട്ടിത്തരാമെന്ന് പറയുന്ന ആൾക്കാർക്കൊന്നും സ്ഥാനമില്ലാണ്ടായി. ഇപ്പം റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനെ ബേസ് ചെയ്ത് ഞാൻ സാറിനോട് ചോദിക്കാനിരുന്ന ഒരു ചോദ്യമാണ്. കേരളത്തിൽ, കാരണം കേരളത്തിൽ ബാക്കിയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ വന്നതിന് ശേഷം വളരെ ലേറ്റായിട്ടാണ് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വന്നത്. അപ്പം അതിന് മുമ്പും അതിന് ശേഷമുള്ള പെട്ടെന്ന് പറയാൻ പറ്റുന്ന ചേഞ്ചസ് സാറിന് ഫീൽ ചെയ്ത പെട്ടെന്ന് അതിന് മുമ്പ് ഇപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിൽസ് ഈസിയായി. കസ്റ്റമറിനോട് നമുക്ക് ഒത്തിരി ഇൻഫർമേഷൻ കൊടുക്കണ്ട, റെറ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി കാര്യങ്ങൾ അവിടെ തീർന്നു. അപ്പോൾ ഒരു സെയിൽസ് പേഴ്സൻ്റെ പെയിൻ പകുതി കുറഞ്ഞു. അങ്ങനെ എന്താണ് അതിൻ്റെ ഒരു മുമ്പും ശേഷമുള്ളൊരു ഡിഫറൻസ്? അതായത് റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി വരുന്നതിന് മുമ്പ് തന്നെ റെഗുലേറ്ററി അതോറിറ്റി മുന്നോട്ടേക്ക് വെച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഒരു ചെറിയ ഉദാഹരണം കാർപ്പറ്റ് ഏരിയ പല ബിൽഡേഴ്സും ഇതൊരു നിയമമായിട്ട് റെഗുലേഷനായിട്ട് വന്നപ്പോഴാണ് പറഞ്ഞു തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു റെഗുലേറ്ററി അതോറിറ്റി വരുന്നത് 2013 മുതലുള്ള ഞങ്ങളുടെ ബ്രോഷറുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കാർപ്പറ്റ് ഏരിയ ഞങ്ങൾ കൃത്യമായിട്ട് എഴുതാറുണ്ട്, മെൻഷൻ ചെയ്യാറുണ്ട്. എഗ്രിമെൻറ്റ് ഞങ്ങൾ കാർപ്പറ്റ് ഏരിയ എഴുതാറുണ്ട്, ഇതാണ് കാർപ്പറ്റ് ഏരിയ എന്ന് പറയാറുണ്ട്. അപ്പോൾ അതൊരു പോയിൻ്റാണ്. ഒരു കസ്റ്റമർ അറിയേണ്ട ഒരു ട്രാൻസ്പെറൻസി നമ്മളവിടെ കൊണ്ടുവരാൻ. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇൻസിസ്റ്റ് ചെയ്യാത്ത കാര്യങ്ങളെ പറ്റിയിട്ട് കസ്റ്റമറെ ബോധവൽക്കരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി പറയാത്തതും സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് നമ്മൾ നിർബന്ധപൂർവ്വം ചെയ്യേണ്ടതല്ലാത്തതുമായിട്ട് നിയമപരമായിട്ട് ചെയ്യേണ്ടതല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കസ്റ്റമർക്ക് ഇനിയും ആവശ്യമുണ്ട്, മനസ്സിലായില്ലേ, പ്രൊഡക്റ്റുകൾക്ക് ഇനി ആവശ്യമുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ മുന്നോട്ടേക്ക് വയ്ക്കുക, അത്തരം കാര്യങ്ങൾ ട്രാൻസ്പെറൻസി ഉണ്ട്, അത്തരം കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളിപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി, ഒരു ഉദാഹരണം പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമപ്രകാരം ഒരു അസോസിയേഷൻ ഫോർമേഷൻ മസ്റ്റാണ്. 51% അല്ലെങ്കിൽ 51% കസ്റ്റമേഴ്സ് വരുന്ന സമയത്ത് അണ്ടർ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ പോലും അസോസിയേഷൻ ഫോം ചെയ്യണം എന്നുള്ളൊരു നിയമമാണ്. അത്തരം അസോസിയേഷൻസ് ഫോം ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് ആ അസോസിയേഷന് വലിയ സേ ഉണ്ട് ഈ പ്രോജക്റ്റിൻ്റെ കാര്യത്തിനകത്ത്, മനസ്സിലായില്ലേ. അസോസിയേഷനാണ് പിന്നീട് ആ പ്രോജക്റ്റ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം തീരുമാനിക്കുന്നത്, അസോസിയേഷനാണ് ഏത് ഏജൻസി അത് മെയിൻറ്റെയിൻ ചെയ്യണം തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതൊരു നിയമത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി എടുക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ട്. അവിടെ പ്രശ്നം എന്ന് വെച്ചാൽ ഈ 51% ആൾക്കാരായി കഴിയുന്ന സമയത്ത് ഇവരെല്ലാവരും കൂടിയിരുന്നിട്ട് ആലോചിക്കുകയാണ് ആരായിരിക്കണം നമ്മുടെ പ്രൊജക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുന്നൊരു സിറ്റുവേഷൻ വന്നാൽ എങ്ങനെ ഉണ്ടാവും. കാരണം പല ആൾക്കാരും സീനിയർ ലിവിങ് കമ്മ്യൂണിറ്റി വാങ്ങിക്കുന്നത് ആരാണ് സർവീസ് ചെയ്യുന്നതെന്ന് അറിഞ്ഞിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മുടെ നിയമം പറയുന്നത് 51% ആൾക്കാരായി കഴിഞ്ഞിട്ട് അസോസിയേഷൻ മീറ്റിംഗ് കൂടി അസോസിയേഷൻ തീരുമാനിക്കട്ടെ എന്ന് പറയുമ്പോൾ എങ്ങനെ ഈ 51%ലേക്ക് എത്തും? അവിടെ കോൺട്രഡിക്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ പറയുന്നത് വെച്ചാൽ ഞങ്ങൾ പറയുന്നത് കസ്റ്റമറുടെ അവകാശമാണ് ആരാണ് ഇത് നടത്താൻ പോകുന്നത് എന്നുള്ള ആദ്യമേ തീരുമാനിക്കപ്പെടണം. ബിൽഡർ ആദ്യമേ പറയണം ഞാനാണെങ്കിൽ ഞാൻ നടത്താൻ പോകണു, അതല്ലെങ്കിൽ കൊളംബിയ പസഫിക് നടത്താൻ പോകണു, അതിന് വേറെ ഏജൻസി നടത്താൻ പോകണം, ആ ഏജൻസിയാണ് നടത്തുന്നതെന്ന് അനൗൺസ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു താല്പര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ ഇത് വാങ്ങിക്കുന്ന 100% ആൾക്കാരും
ഇവരാണ് ഈ ഏജൻസി എന്ന് അറിഞ്ഞിട്ട് വരുന്നവരാണ്. അപ്പോൾ അവർ വാങ്ങിക്കാനുള്ള പ്രധാന കാരണം എന്താ? ഈ ഏജൻസി ആയതുകൊണ്ടാണ്. അതെ. ശരിയല്ലേ? അപ്പോൾ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റിയുടെ നിയമത്തിൽ വേണ്ട ഒരു മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഒരു ചേഞ്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ആ ചേഞ്ച് പ്രപ്പോസ് ചെയ്യുന്ന ആൾക്കാരായിട്ട് ബിൽഡേഴ്സ് മാറണം. ആ ചേഞ്ചാണ് നമ്മൾ കൊണ്ടുവരേണ്ടത്. അപ്പോൾ ആ ചേഞ്ച് ഇത് ആക്ച്വലി ഫേവർ ചെയ്യുന്ന ആരെയാണ്? ഇത് ആക്ച്വലി ഇഷ്ടപ്പെടുന്ന ഗുണമുണ്ടാകാൻ പോകുന്ന കസ്റ്റമർ. കാരണം കസ്റ്റമർക്ക് അറിയാം ഞാൻ താമസിക്കാൻ പോകുന്ന എൻവയോൺമെൻറ്റ് പരിപാലിക്കാൻ പോകുന്ന ഇന്ന ബ്രാൻഡാണ്, അപ്പോൾ അതിന് പ്രത്യേക സ്റ്റാൻഡേർഡ്സ് ഉണ്ടാവും, അതിന് ഇന്ന കോസ്റ്റ് വരും എന്നുള്ളൊരു മുൻകാഴ്ചയോട് കൂടിയിട്ട് അദ്ദേഹത്തിന് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ കഴിയും. ഇതേപോലെ റിയൽ എസ്റ്റേറ്റ് റെഗുലേറ്ററി അതോറിറ്റി ഇന്ന് കാണാത്ത നാളെയുടെ ആവശ്യങ്ങളെ ഇന്നേ കണ്ടെത്തിയിട്ട് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാനും അത് പ്രചരിപ്പിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് ഒരു മാർക്കറ്റ് ലീഡർ ചെയ്യേണ്ട കാര്യം. ആ കടമ ചെയ്യാനാണ് ചെറുതായിട്ടെങ്കിലും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പം സാറ് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിൽ ഇപ്പം ഞങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ടോക്സിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്, സാറിനുണ്ടായ ഏറ്റവും കുറേ അനുഭവങ്ങൾ നല്ലതും ചീത്തയായിട്ടൊക്കെ ഉണ്ടായി കാണും, ഏറ്റവും നല്ലൊരു അനുഭവം സാറിന് പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു അനുഭവം, അത് രസകരമായിട്ടുള്ള നമ്മുടെ ഒരു കാര്യം, ഞങ്ങൾ ഇതിന് ഉത്തരം ചിലപ്പോൾ താത്വികമായി പോകും. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഞങ്ങളെല്ലാവരും ഫോൺ നന്നായിട്ട് തന്നെ എടുക്കാറ്. ഇവിടെ എന്ത് സംഭവിച്ചു കഴിഞ്ഞാലും അതിനെ നന്നായിട്ട് കാണാവുന്ന ഒരു എൻവയോൺമെൻറ്റാണ് സ്റ്റോംസിനകത്തുള്ളത്. ഇവിടെ എന്തൊക്കെ പ്രോബ്ലംസ് ഉണ്ടായാൽ പോലും, എന്തെല്ലാം വലിയ നല്ല കാര്യങ്ങളുണ്ടായാലും ഞങ്ങളതിനകത്തൊരു വലിയ ഓവർ എന്തൂസിയാസ്റ്റിക് ആവാൻ പോവുകയോ അല്ലെങ്കിൽ ഓവറായിട്ട് ബുദ്ധിമുട്ടി വിഷമിക്കാൻ പോകുന്ന സിറ്റുവേഷനിലേക്കൊന്നും ഞങ്ങൾ സാധാരണ പോകാറില്ല. അതെനിക്ക് തോന്നുന്നു മേ ബി അങ്ങനത്തെ ഒരു കൾച്ചർ ഇവിടുത്തെ ഒരു സീനിയർ മാനേജ്മെൻറ്റ് ടീം മെമ്പേഴ്സിൻ്റെ ഇടയിൽ ഡെവലപ്പ് ചെയ്തേക്കുന്നതുകൊണ്ട് അവർക്കതിപ്പോൾ എന്തിനെ നേരിടാനായിട്ടുള്ളൊരു ചങ്കൂറ്റവും ധൈര്യമൊക്കെ അസരോംസിലുണ്ട്. അതുകൊണ്ട് തന്നെ ഏറ്റവും സന്തോഷം തോന്നിയ സമയം ഉണ്ടാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാനായിട്ട് വലിയ കാര്യം. പക്ഷെ ഒരു കാര്യം വേണമെങ്കിൽ നമുക്ക് പറയാം കേട്ടോ. ഞങ്ങളിപ്പോൾ ഞങ്ങൾ ഒരുപാട് ഫ്ലാറ്റ്സ് ഹാൻഡ് ഓവർ ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് നമുക്ക് ദൈവാനുഗ്രഹിച്ച് താക്കോൽ കൊടുക്കാനായിട്ട് വരുന്നുണ്ട്. ഈ താക്കോൽ കൈമാറുക എന്ന് പറയുന്നതാണ് കസ്റ്റമർ സമയത്തുള്ള ഏറ്റവും സന്തോഷമുള്ള സമയം. ഈ താക്കോൽ ദാനമല്ലോ, നമ്മൾ ആക്ച്വലി താക്കോൽ കൈമാറാണ്. ആ താക്കോൽ നമ്മൾ കൈമാറുന്ന ഒരു നിമിഷത്തെ ഒരു കസ്റ്റമർക്ക് ഉണ്ടാകുന്ന ആ സന്തോഷം പലപ്പോഴും ഞങ്ങളത് വീഡിയോ ചെയ്ത് ഞങ്ങളുടെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. അപ്പോൾ അതും അസരോംസായിട്ട് ആദ്യം തുടങ്ങിയത്. ഇപ്പോൾ ഒരുപാട് ബിൽഡേഴ്സ് പറയുന്നുണ്ട് ഞങ്ങൾ വീഡിയോ ടെസ്റ്റിമോണി കൊടുത്തതിന് ശേഷം താക്കോൽ തരുള്ളൂ എന്ന സിസ്റ്റം ഉണ്ടാക്കിയാണ് ബിൽഡർമാരൊക്കെ ഉണ്ട്. അപ്പോൾ വാട്ട് ഐ എം ട്രൈങ് ടു ടെൽ യു ഈസ്, ഈ താക്കോൽ കൈമാറുന്ന ആ ഒരു സന്തോഷമുള്ള സമയം എനിക്കൊണ്ട് ഈ ഓഫീസിൽ എല്ലാ ദിവസവും ഉണ്ട്. എല്ലാ ദിവസവും എനിക്ക് കാണാം ഞങ്ങളുടെ മുകളിലെ കസ്റ്റമർ സർവീസിൻ്റെ ലോഞ്ചിൽ വളരെ സന്തോഷത്തോടെ താക്കോൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്ന ഒരു ഫാമിലിയെങ്കിലും ഒരു ദിവസം ഇവിടെ വരുന്നുണ്ട്. കാരണം ഇപ്പം ഞങ്ങൾ അവർക്ക് ലഞ്ച് വരെ കൊടുക്കുന്നുണ്ട് കസ്റ്റമർക്ക് അന്നത്തെ ദിവസം വി സ്പെൻഡ് വിത്ത് ദം. അപ്പോൾ വാട്ട് വി ആർ ട്രൈങ് ടു ഡു ഈസ്, ഒരു വർഷം നമ്മളൊരു 1000 ഫ്ലാറ്റിന് താക്കോൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു 2-3 പേരെങ്കിലും പല ബ്രാഞ്ചുകളിലായിട്ട് താക്കോൽ വാങ്ങിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ ഒരു ബിൽഡർ കമ്മ്യൂണിറ്റിയിൽ നമ്മുടെ ഏറ്റവും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് സന്തോഷം തരുന്ന ദിവസം. അപ്പോൾ ഞങ്ങളുടെ ചാരിറ്റി പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് ആഷിയാന എന്നുള്ള പേരിൽ പാവപ്പെട്ടവർക്ക് വീടുകൾ കൈമാറുന്നുണ്ട്. അപ്പോൾ അത്തരം വീടുകൾ കൈമാറുന്ന ചടങ്ങ് സാധാരണ നമ്മൾ നടത്താറുള്ളത് അവരുടെ പ്രിമൈസിൽ വെച്ചിട്ട് തന്നെയാണ്. സാധാരണ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ പണം കൊടുത്തൊരു വീടിൻ്റെ ഉടമസ്ഥന് നമ്മൾ സാധാരണ ഫ്ലാറ്റുകൾ ഹാൻഡ് ഓവർ ചെയ്യുന്ന പോലെ ഞങ്ങളുടെ ഈ ലോഞ്ചിൽ വെച്ച് താക്കോൽ കൈമാറിപ്പോൾ അത് സത്യം പറഞ്ഞാൽ ഒരു ഭയങ്കര ടച്ചിങ് മൊമെൻ്റ് ആയിരുന്നു. നമ്മളൊരു ചേഞ്ചിന് വേണ്ടി ചെയ്ത് നോക്കിയാണ്. സാധാരണ ഈ പാവപ്പെട്ടവരുടെ വീട് കൊണ്ടു കൊടുക്കുമ്പോൾ നമ്മളവിടെ പോയിട്ട് താക്കോൽ കൊടുത്തിട്ട് പോരാറാണല്ലോ ചെയ്യാറ്. അതിനൊരു വലിയ ഫംഗ്ഷനോ വലിയ പബ്ലിസിറ്റിയോ നമ്മൾ കൊടുക്കാറില്ല. പക്ഷേ ഇത്തവണ അവരെ നമ്മൾ മറ്റുള്ള കസ്റ്റമേഴ്സിനെ പോലെ കോർപ്പറേറ്റ് ഓഫീസിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് ഇവിടുത്തെ ലോഞ്ചിൽ വെച്ച് ഒരു കുടുംബത്തിന് താക്കോൽ കൈമാറുന്നൊരു ചടങ്ങ് നടത്തി നോക്കി. ആ ചടങ്ങ് ഭയങ്കര ഒരു ടച്ചിങ് ആയിരുന്നു. കാരണം അവരവരുടെ ലൈഫിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമാണ്. കാരണം ഒരു ബ്രാൻഡഡ് ബിൽഡറുടെ കോർപ്പറേറ്റ് ലോഞ്ചിൽ വന്നിട്ട് അവരുടെ ഒരു CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് ലഭിച്ച താക്കോൽ വാങ്ങിക്കാൻ സാധിക്കുക എന്ന് പറയുന്നതൊരു വലിയ മേ ബി അവരുടെ ലൈഫിൽ അവർ സ്വപ്നം പോലും കാണാത്തൊരു അനുഭവമായിരിക്കും. അപ്പോൾ അത് ഞങ്ങൾക്കും വളരെ ടച്ചിങ് ആയിരുന്നു. കാരണം നമ്മൾ ഇത്രയും താക്കോലൊക്കെ കൊടുത്തിട്ടും ഞങ്ങളുടെ ജോലിയുടെ ഭാഗം പോലെയാണ് ഇപ്പോൾ അത് കൊടുത്തിട്ടും കിട്ടാത്തൊരു സന്തോഷവും അല്ലെങ്കിൽ കിട്ടാത്തൊരു ആഹ്ലാദമൊക്കെ ആ ഒരു സമയത്ത് അനുഭവിക്കാനിടയായി ഞങ്ങൾ ഈ അടുത്ത കാലത്ത്.
അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ആക്ടിവിറ്റി വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. 2025 മുതൽ 2030 5 വർഷത്തെ ഞാൻ പീരീഡിനുള്ളിൽ അതിൻ്റെ ഇത് കണ്ടായിരുന്നു, അതിൻ്റെ ഒരു പേര് ഒരു ആഷിയാന എന്ന് ആശാന പറഞ്ഞത്. അപ്പോൾ ഞങ്ങളൊരു 300 വീടുകൾ പാവപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് നിർമ്മാണം പൂർത്തീകരിച്ചു. കോഴിക്കോടല്ലേ ഫസ്റ്റ് സ്റ്റാർട്ട് കോഴിക്കോടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കോഴിക്കോട് നമ്മളൊരു 60 വീടുകൾ വരും അതിനകത്ത് ആ സീരീസിൽ. അല്ല, അതിൻ്റെ ഒരു സാറ് പറഞ്ഞൊരു സംഭവം കണ്ടിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രോസസ്സ്, അതായത് അർഹതപ്പെട്ടവരെ കണ്ടെത്താനുള്ളൊരു പ്രോസസ്സും, അതായത് ലോക്കൽ അതോറിറ്റീസായിട്ടൊക്കെ വന്നിട്ട് അതും നല്ലൊരു ഇതായിട്ടാണ് തോന്നുന്നത്. നോർമലി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഡൽഹിയിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്തുണ്ട്, അവിടെ ECS എന്ന് പറഞ്ഞിട്ട്, അതായത് ഇത്ര യൂണിറ്റുകൾ ഇന്ന ആർക്ക് കൊടുക്കണമെന്നുണ്ട്, പക്ഷേ അത് കൊണ്ടുപോകുന്നത് മുഴുവൻ വലിയ വലിയ ആൾക്കാരാണ്. അത് പിന്നെ ഒരു വാടകയ്ക്ക് കൊടുക്കുകയാണ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്, അതായത് എക്സാക്റ്റ് ആയിട്ടുള്ള ആർക്കാണോ കിട്ടേണ്ടത്, EWS ആണ്. EWS. അപ്പോൾ EWS അവിടെ മസ്റ്റായിരുന്നു. അപ്പോൾ പക്ഷേ അത് EWS മേടിക്കുന്നതല്ല, ഇവിടെ മേടിച്ചവർ തന്നെയായിരിക്കും മേടിക്കുന്നത്. അപ്പോൾ അത് ലോട്ടൊന്ന് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ചെയ്താലും അങ്ങനെ ആയിരുന്നു. പക്ഷേ ഇവിടുത്തെ ആ ഒരു ഇതും നമുക്ക് വളരെ, പക്ഷേ ഞാൻ പറഞ്ഞത് ഈ ഇത്തരം ഇത്തരം എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് ആൾക്കാർ തീരുമാനിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിപ്പോഴും ഉത്തരം ഈ ലാഭം മാത്രമായിരിക്കാം. കാരണം വേറെ ഒന്നും ആയിരിക്കില്ല കാരണം. പക്ഷേ ഈ പണമായിട്ട് ലഭിക്കുന്ന ലാഭത്തിനേക്കാളിലൊക്കെ വളരെ വലിയ സന്തോഷം നൽകുന്ന അനുഭവങ്ങളാണ് ഞങ്ങൾക്ക് ശരിക്കും ഈ ആഷിയാന പോലത്തെ സംരംഭം. ഇപ്പം ഞങ്ങൾ എനിക്ക് തോന്നുന്നു മിക്കവാറും ചെയ്യാൻ പോകുന്നത് കോഴിക്കോട് ഈ കേരള ഗവൺമെൻറ് ഒരു പ്രോഗ്രാം ഉണ്ട്, അതിദാരിദ്ര്യരായിട്ടുള്ള ആൾക്കാർക്ക്, അതായത് ഏറ്റവും സമൂഹത്തിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ട് അതിനകത്ത് വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല, അവർ ഏത് ജാതിയാണെന്നോ മതമാണെന്നോ അല്ലെങ്കിൽ എങ്ങനെയുള്ള ആൾക്കാരാണെന്നുള്ളതെന്നുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. അത് ഏറ്റവും ദരിദ്രരായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തിയിട്ടുള്ള സർവേ ഉണ്ടിപ്പോൾ. ആ സർവേയിൽ 58 പേരാണ് കോഴിക്കോട് കോർപ്പറേഷൻ്റെ പരിധിയുടെ അകത്ത് ആ കാറ്റഗറിയിൽ വീടില്ലാത്ത ആൾക്കാരെ ഉള്ളത്. 58 ഫാമിലി ഉള്ളൂ കോഴിക്കോട് കോർപ്പറേഷനുള്ളിൽ അതിദരിദ്രർ എന്ന് പറയുന്നത്. അവർക്ക് ഒന്നുമില്ല, അതായത് അവർക്ക് സ്വന്തമായിട്ട് സ്ഥലമില്ല, അവർക്ക് സ്വന്തമായിട്ട് 1 രൂപയുടെ വരുമാനമില്ല, അവർക്കൊന്നുമില്ല ആക്ച്വലി. അങ്ങനത്തെ 58 ഫാമിലി ഐഡൻറ്റിഫൈ ഉണ്ട്. ആ 58 പേരാണ് ഞങ്ങൾ ഈ 60 വീടിനകത്ത് ഭാഗമാക്കാണ്ട് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ കോർപ്പറേഷൻ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നുണ്ട്. കാരണം കോർപ്പറേഷൻ്റേതായിട്ടുള്ളൊരു സ്ഥലം അതിനുവേണ്ടി തയ്യാറാക്കി തരാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ കോർപ്പറേഷൻ. അപ്പോൾ റോട്ടറി ക്ലബ്ബുകൾ സഹകരിക്കാമെന്നുണ്ട്. കാരണം ഞങ്ങൾ വീട് പണിത് കൊടുക്കുമ്പോൾ വീട് മാത്രം പോരല്ലോ, അവർക്ക് അതിനകത്ത് ഈ ഫർണിച്ചേഴ്സ് വേണം. അപ്പോൾ ഓരോ വീടുകളിൽ അകത്തേക്കുള്ള ഫർണിച്ചേഴ്സ് ഓരോ ക്ലബ്ബ് വീതം തരാനുള്ളൊരു ചർച്ച ഞങ്ങൾ നടന്നുണ്ട്. യൂട്ടൻസിൽസും ഗൃഹോപകരണങ്ങളും ഒക്കെ വേണം, അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് ലയൺസ് ക്ലബ്ബ് സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ആക്ച്വലി ഞങ്ങളിതിനകത്തൊരു മോഡൽ ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അതായത് ഈ ദരിദ്രരായിട്ടുള്ള ആൾക്കാർക്ക് കൊടുക്കുന്ന വീടുകൾ സ്റ്റാഗേർഡായിട്ട് പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടു പോകാതെ നമ്മൾ ചെയ്യുന്ന പ്രോജക്റ്റുകളൊക്കെ പോലെ തന്നെ ഒരു കോമൺ ഏരിയയും ഒരു കളിസ്ഥലവും അവർക്ക് ജീവിക്കാനുള്ള ചെറിയൊരു ഉപാധി. ഇപ്പോൾ ഒരു റോട്ടറി ക്ലബ്ബ് ഞങ്ങൾ 60 വീട്ടുകാർക്കും എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ ചെയ്യാനുള്ള സപ്പോർട്ട് ഞങ്ങൾ കൊടുക്കാം. ഒരു തയ്യൽ മെഷീൻ മതിയോ ചിലപ്പോൾ ഒരു വീടിന്, അയാൾ ആ ഒരു തയ്യൽ മെഷീൻ ഉപയോഗിച്ചുകൊണ്ട് ആ വീട് നടത്തിക്കൊണ്ടുപോകാൻ പറ്റും. ചിലപ്പോൾ ഒരു പക്ഷേ വേറെ ആൾക്ക് ചിലപ്പോൾ ചെയ്യാനാവുന്ന അയാളുടെ സ്വന്തം വീട്ടിലിരുന്നുകൊണ്ട് തന്നെ ചിലപ്പോൾ ചെയ്യാൻ പോകുന്നൊരു ബുക്ക് ബൈൻഡിങ് ആയിരിക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു ജോലി കൊണ്ട് ആ കുടുംബം പോറ്റാവുന്നൊരു അവസരവും അവർക്കൊരു കോമൺ ആയിട്ട് ഒത്തുകൂടാനായിട്ടൊരു മാനസികോല്ലാസത്തിന് പറ്റിയൊരു സ്ഥലവും വീടിനോട് കൂടെ തന്നെ ഒരു വരുമാന മാർഗവും കൂടെ. അപ്പോൾ അത്തരം ഒരു മോഡൽ അപ്പോൾ വിവിധ സർവീസ് ഏജൻസികളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ മേജർ കോസ്റ്റ് അത് ടോംസ് വഹിക്കുന്ന രീതിയിലുള്ള ഒരു മോഡലാണ് ഞങ്ങൾ കോഴിക്കോട് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത്. എൻ്റെ ചർച്ചകളിലാണ് ഞങ്ങളതൊരു ഡ്രീം പ്രോജക്റ്റ് പോലെ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ദാറ്റ് ക്യാൻ ബി എ റെപ്ലിക്കേറ്റിംഗ് മോഡൽ, എവിടെ ലോകത്ത് എല്ലായിടത്തും റെപ്ലിക്കേറ്റ് ചെയ്യാവുന്ന ഒരു പുനരുദ്ധാരണ അല്ലെങ്കിൽ ഒരു സാന്ത്വന ഭവന പദ്ധതിയായിട്ട് അതിനെ കൊണ്ടുവരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അപ്പം ഞങ്ങളുടെ നെറ്റ്വർക്ക് ടോക്സിൻ്റെ ഒരു സ്പെഷ്യൽ ക്വസ്റ്റ്യൻ ഞങ്ങൾ എല്ലാ ഇത് ചോദിക്കുന്നതാണ്. അതായത് ഒരൊറ്റ സെൻറ്റൻസിൽ സാറ് റിയൽ എസ്റ്റേറ്റിനെ ഒന്ന് പറയാമോ? ഞാനിത് പലയിടത്തും പറയുന്നുണ്ട്. റിയൽ എസ്റ്റേറ്റിനെ ഒറ്റ സെൻറ്റൻസിൽ പറയാനായിട്ട് വളരെ എളുപ്പമാണ്. എനിക്കൊന്ന് പ്രവർത്തിക്കാനാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. അതായത് യു പ്രോമിസ് ഓൺലി വാട്ട് യു ക്യാൻ ഡെലിവർ ആൻഡ് യു ഡെലിവർ വാട്ട് യു പ്രോമിസ്. ഇത്രയുള്ള എന്താ കാര്യം? യു പ്രോമിസ് ഓൺലി വാട്ട് യു ക്യാൻ ഡെലിവർ ആൻഡ് യു ഡെലിവർ വാട്ട് യു പ്രോമിസ്. റിയൽ എസ്റ്റേറ്റ് ഇത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. അപ്പോൾ പക്ഷെ പലപ്പോഴും സംഭവിക്കുന്നത് വെച്ചാൽ ഇത് മാത്രം ഉണ്ടാവില്ല, ബാക്കിയെല്ലാം ഉണ്ടാവും. പക്ഷെ ഇത് മാത്രം ഉണ്ടെങ്കിൽ പോലും അത് നല്ല ബ്രാൻഡായിട്ട് വരും. അതാണിപ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ ഒറ്റ ഒരു പറയാനുള്ളത്. സാറിൻ്റെ ഇത്രയും തിരക്കുള്ള സമയത്ത് നമുക്ക് വേണ്ടി ഇത്രയും സമയം ചിലവഴിച്ചത്, സാറ് പറഞ്ഞ ഓരോ കാര്യങ്ങളും എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മോട്ടിവേഷനായിരുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ കേൾക്കാത്ത കുറച്ച് കാര്യങ്ങളായിരുന്നു. അപ്പം പുതിയ സംരംഭകർക്ക് അല്ലെങ്കിൽ പുതിയ ജോലി തേടുന്നവർക്ക്, ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കെല്ലാം ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ളതും അല്ലെങ്കിൽ അവർക്ക് ഭയങ്കര മോട്ടിവേഷൻ നൽകുന്ന കാര്യങ്ങളായിരുന്നു. അപ്പം സാറിന് ഞങ്ങളുടെ നെറ്റ്വർക്ക് ടോക്സിൻ്റെ ഒരു വളരെ നന്ദി. ഇത്രയും സമയം ചിലവഴിച്ച് ഞങ്ങൾ ചോദിച്ചതിന് എല്ലാത്തിനും വളരെ
കൃത്യമായിട്ടും രസകരമായിട്ടുള്ള ഉത്തരം പറഞ്ഞതിന് വളരെ നന്ദി. താങ്ക് യു സുനിൽ സാർ. നമ്മൾ ഈ കേരളത്തിലെ അങ്ങോളം ഇങ്ങോട്ടുള്ള ഈ 10 സ്ഥലങ്ങളിൽ ഞങ്ങൾ ഈ ഒരുപാട് ചാനൽ പാർട്ണേഴ്സിനെ കാണാറുണ്ട്. പല സ്ഥലത്ത് പല ചാനൽ പാർട്ണേഴ്സിനോട് നമ്മൾ സംസാരിക്കുമ്പോഴും സംസാരം തുടങ്ങുന്നതും അവസാനിക്കുന്നതും പേഴ്സൻറ്റേജിൽ മാത്രമാണ്. മനസ്സിലായില്ലേ? അപ്പോൾ പലപ്പോഴും നമ്മൾ പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഈ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇൻഡസ്ട്രി, ആ ഇൻഡസ്ട്രി നിലനിൽക്കുകയും ആ ഇൻഡസ്ട്രി വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്താൽ മാത്രമേ നമുക്കൊക്കെ നിലനിൽപ്പുള്ളൂ. അപ്പോൾ പലപ്പോഴും നമ്മൾ ചെയ്യേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ മുഴുവനായിട്ടുള്ള സമയത്തിൻ്റെ 10% ആ ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ടും അതിലെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് മാറ്റിവെക്കുക എന്നുള്ളൊരു പ്രാഥമികമായിട്ടുള്ള കടമ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. അപ്പോൾ അത്തരം കടമകൾ നിർവഹിക്കുന്ന അപൂർവം ചില ചാനൽ പാർട്ണേഴ്സിൽ ഒരാളാണ് നിങ്ങളുടെ ഈ ഉദ്യമം അതിനകത്ത് പെടുന്നതാണ്. അതിപ്പോൾ ഈ നെറ്റ്വർക്ക് ടോക്സ് എന്നുള്ള പേരിലൊക്കെ ഈ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ചാനൽ പാർട്ണേഴ്സായിട്ട് ജീവിക്കാം, നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം, എന്താ പറയുക, ലാഭം ഉണ്ടാക്കാം, ഈ സമയം വേറെ 10 കസ്റ്റമേഴ്സെ കാണാൻ വേണ്ടി ഉപയോഗിക്കാം. അപ്പോൾ അതെല്ലാം മാറ്റി വെച്ചിട്ട് നിങ്ങൾ ഒരു വേറെ ആരുടെയും പ്രഷറിലൊന്നും അടിപ്പെടാതെ തന്നെ അത്തരം കാര്യത്തിന് വേണ്ടി ശ്രമിക്കുന്നു എന്ന് പറയുന്നത് അഭിനന്ദനാർഹമാണ്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് നമ്മളൊക്കെ സമയം കണ്ടെത്തി നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്നതിൻ്റെ കാരണം വേറൊന്നുമല്ല, ഇതിൽ ആക്ച്വലി ഇനിഷ്യേറ്റീവ് എടുത്തിരിക്കുന്നത് നിങ്ങളാണ്. ഞങ്ങളൊക്കെ ഒരു പാർട്ടാവുന്നു മാത്രമേ. അപ്പോൾ ആ ഇനിഷ്യേറ്റീവ് തുടരുക എന്നുള്ളതാണ് എൻ്റെ ഭാഗത്തുനിന്ന് റിക്വസ്റ്റ്. കാരണം അത്തരം ഇനിഷ്യേറ്റീവുകളാണ് പലപ്പോഴും ഓവറോളായിട്ട് മാർക്കറ്റിനെ നിലനിർത്തുന്നതും സജീവമാക്കുന്നതും ചർച്ച ചെയ്യപ്പെടുന്നതും. ഇപ്പോൾ ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ ഇത്തരം ഒരു സാധനം അപ്ലോഡ് ചെയ്യപ്പെടുമ്പോൾ ഇതൊരാൾ നാളെ കേൾക്കാൻ പോകുന്ന ചിലപ്പോൾ 10 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും. മേ നോട്ട് ബി ടുഡേ. 10 കൊല്ലം കഴിഞ്ഞിട്ട് ഒരാൾ കേൾക്കുമ്പോൾ 10 കൊല്ലം കഴിയുമ്പോഴും ചിലപ്പോൾ ഇതിനകത്ത് ചില കാര്യങ്ങളൊക്കെ റിലവൻ്റ് ആയിരിക്കും. അല്ലെങ്കിൽ 10 കൊല്ലം കഴിഞ്ഞ ഒരാൾ ഇത് കേൾക്കുമ്പോൾ പണ്ട് കേരളത്തിൽ റിയൽ എസ്റ്റേറ്റ് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളതിനൊരു സാക്ഷ്യം പറിച്ചില്ലെങ്കിലും ആയിരിക്കും ഇത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഉദ്യമം തുടരുക, ഇതിനെല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.